വെൽക്കം ബാക്ക് ടു ക്രസന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അബ്ദുൽ അഹദ് മഷ്റൂർ. മക്കളുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഈ വർഷത്തെ NMMSന്റെ എക്സാം എഴുതുന്ന കുട്ടികൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വീഡിയോ. പല കുട്ടികളും വഴിയിൽ നിന്ന് കാണുമ്പോഴും സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും അതുപോലെ യൂട്യൂബിൽ കമൻ്റായി വാട്സപ്പിൽ മെസ്സേജൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ. അതെ, നമ്മൾ ഈ വർഷത്തെ NMMSന്റെ SS അങ്ങ് സെറ്റാക്കി എടുക്കാൻ പോവാം. SS നമ്മൾ അങ്ങ് എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ എന്താ ചെയ്യാൻ പോകുന്നല്ലേ? 2014 മുതൽ 2024 വരെ 10 വർഷത്തെ SS പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ സെറ്റായി പഠിക്കാൻ പോവാം. അപ്പം നിങ്ങൾ ചോദിക്കും, പുസ്തകം മാറിയില്ലേ, സിലബസ് മാറിയില്ലേ, ഇനി പഴയത് പഠിച്ചിട്ട് എന്ത് ഉണ്ടാക്കാനാന്നൊക്കെ ചോദിക്കും. അതായത് ഈ പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞാക്കുക എന്ന് കേട്ടിരുന്നോ? അതാണ് സത്യം പറഞ്ഞാൽ പുസ്തകം മാറി കൂടെ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ പഴയ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ പഠിക്കാനുള്ളത് എന്തോ അതേ സാധനങ്ങൾ പഴയ മുമ്പുണ്ടായിരുന്നല്ലോ, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണോ SS-ന് NMMS-ന് ചോദിച്ചത് ആ മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, കോഡൊക്കെ വെച്ച് സെറ്റാക്കി അങ്ങോട്ട് പഠിക്കാൻ പോവാം. ഓക്കെ ആണ്, സെറ്റാണല്ലോ. ദെൻ ഈ വീഡിയോ എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിലൂടെ അടുത്ത NMMS-ന്റെ എക്സാമിൻ്റെ അന്ന് നിങ്ങൾ സാറ്റിൻ്റെ പേപ്പർ എഴുതുമ്പോൾ SS-ന്റെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങൾ ആ പേപ്പറിൽ കാണാൻ പറ്റും. എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റും. കുറേ ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോന്ന് ഈ വർഷത്തെ NMMS-ന്റെ എക്സാമിന് വരാൻ പോണ കുറേ ചോദ്യങ്ങളുണ്ടാവും, ഉറപ്പാണത്. കാരണം എന്താ, പല വർഷങ്ങളിലും എടുത്തു നോക്കുമ്പോൾ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് അടിച്ച് വരികയാണ് ചെയ്യുന്നത്. കുറേ ചോദ്യങ്ങൾ അതേപടി എടുത്ത് ഇപ്പോഴത്തേക്ക് മാറ്റിക്കണം. ഇപ്പോഴത്തുനിന്ന് എടുത്തിട്ട് ഇപ്പോഴത്തെ വെക്കും, ഇപ്പോഴത്തുനിന്ന് എടുത്തിട്ട് ഇപ്പോഴത്തേക്ക് വെക്കും. അങ്ങനെ ഒരേ ടോപ്പിക്, ഒരേ ഭാഗം. ദെൻ ഈ വീഡിയോ കഴിയുന്നതോടെ നിങ്ങൾക്ക് ഒരു കാര്യം കണ്ട് മനസ്സിലാവും, ഏത് ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് SS-ന് പഠിക്കേണ്ടത്, ഏതൊക്കെ ചോദ്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഒന്നും കൂടെ ഡീപ്പായിട്ട് പഠിക്കേണ്ടത് എന്നുള്ള സാധനങ്ങളൊക്കെ സെറ്റായിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനായിട്ട് പറഞ്ഞതിൻ്റെ ആവശ്യം പിന്നെ ഉണ്ടാവില്ല. ദെൻ പിന്നെ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ പറ്റും, നിങ്ങൾ എത്രത്തോളം പഠിച്ച് എന്തൊക്കെയായി, ചോദ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ. കാരണം ഇത് ഫുൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്, മുൻ വർഷങ്ങളിൽ NMMS-ന് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ പറ്റും. പിന്നെ നമ്മളിത് കോഡൊക്കെ വെച്ചിട്ടാണ് സെറ്റാക്കുന്നത്. കോഡ് വെച്ച് സെറ്റാക്കാന്ന് പറയുമ്പോൾ പല സാധനങ്ങളും വെറും ചളി ഉണ്ടാവും. ചളിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാർക്ക് കിട്ടിയാൽ പോരെ. ചളി പഠിച്ചാലും മാർക്കാണല്ലോ മുഖ്യം, മാർക്ക് മുഖ്യം വെക്കില്ലേ, അത്രേ ഉള്ളൂ. ദെൻ SS പഠിക്കാൻ കീറാമുട്ടിയായിട്ട് ഇങ്ങനെ കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, ഓർക്കൊക്കെ പ്രത്യേകം ഈ വീഡിയോ എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് അറിയോ, പല വർഷങ്ങളും മൈൻഡിൽ ഇരിക്കണില്ല, പിന്നെ SS പഠിക്കാൻ പറ്റണില്ല എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഈ വീഡിയോടാണ്ട് തീർക്കും. എങ്ങനെയാണ് ഒരു സാധനത്തിനെ കോഡ് ചെയ്ത് പഠിക്കുക, എന്തൊക്കെയാണ് നമ്മൾ ഇതിന് കാട്ടുക എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റാക്കാണ്ട് എടുക്കും. ദെൻ പിന്നെയും പറഞ്ഞിട്ട് നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഒരേ ഒരു കാര്യം പറയാനുണ്ട്, അടുത്ത NMMS-ന് നിങ്ങൾ ലിസ്റ്റിൽ വരുമ്പോൾ നിങ്ങളെ കൂടെ ലിസ്റ്റിന് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, ഓർക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം SS-ന്ന് അത്രയും മാർക്ക് നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോ ഒന്ന് കിട്ടും, ഞാൻ തരുന്ന വാക്കാം. ഓക്കെ, ദെൻ നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ്. ആ ഫ്രണ്ടിന് എന്ത് ചെയ്യാം, അത് അയച്ചു കൊടുക്കാം. ദെൻ നമസ്കാരം. ഫസ്റ്റ് ചോദ്യം, ഇന്ത്യയുടെ സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് തന്നിട്ടുള്ളത്. ആയിക്കോട്ടെ. ദെൻ ഉപ്പ് സത്യാഗ്രഹം ഉണ്ട്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഉണ്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുണ്ട്, ചൗരി ചൗര ഇൻസിഡന്റ് ഉണ്ട്. ഇത്രയും സാധനങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. കാലഗണനാ ക്രമത്തിലാക്കാൻ ആദ്യം ഇതിൻ്റെ വർഷങ്ങൾ അറിയണമല്ലോ. ദെൻ വർഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം പഠിക്കാം. ദെൻ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലാണ് നടക്കുന്നത്, 1930-ലാണ്, 1930. ദെൻ അടുത്തതാണ് ക്വിറ്റ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ നടക്കുന്നത് 1942-ലാണ്. ഇതൊക്കെ വർഷം നമ്മൾ തൊട്ടപ്പുറത്തെ സ്ലൈഡിൽ പറയണ്ടേ എങ്ങനെയാണ് പഠിക്കുക, എന്തൊക്കെ ചെയ്യാന്നുള്ളത്. ദെൻ അടുത്തത് ജാലിയൻ വാലാബാഗ് 1919-ലാണ്. പിന്നെ അടുത്തതാണ് ചൗരി ചൗര സംഭവം, അത് നടക്കുന്നത് 1922-ലാണ്. ഇത് മെയിനായിട്ട് നമ്മൾ മലയാളത്തിലാണ് ക്ലാസ് എടുത്ത് പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളം മീഡിയക്കാർക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ തിരിയില്ല, പക്ഷേ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മലയാളം പറഞ്ഞാൽ എന്ത് ചെയ്യും, തിരിയും. അപ്പോൾ ടേംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് മാത്രം നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, ക്ലാസ് മൊത്തത്തിൽ എന്തൊക്കെയാണ് മലയാളത്തിൽ അങ്ങോട്ട്
സെറ്റാക്കി വസൂലാക്കാം. ഓക്കെ, ദെൻ ഇതൊന്ന് നോക്കുക, ഏതാണ് ഇതിന് ആൻസർ ആയിട്ട് വരാം? 1930 ഉപ്പ് സത്യാഗ്രഹം, 1942 ക്വിറ്റ് ഇന്ത്യ, 919 ജാലിയൻ വാലാബാഗ്, ചൗരി ചൗര എന്ന് പറഞ്ഞാൽ 1922. ദെൻ ഇതിൽ ആദ്യം വരുന്നത് കാലഗണനാക്രമം എന്ന് പറഞ്ഞാൽ ആദ്യം ഇതാണ് നടന്നത്, പിന്നെ അതിന് ശേഷം നടന്നത്, പിന്നെ അതിന് ശേഷം നടന്നത്, പിന്നെ അതിന് ശേഷം നടന്നത്, അങ്ങനെ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ 1919 ആദ്യം വരുന്നത്. അപ്പോൾ സി ഒന്നാമത്തെ വരുന്നത് 1 ഉണ്ട്, 2 ഉണ്ട്. ദെൻ 3, 4 എന്തായി പോയി, വെട്ടിപ്പോയി. ദെൻ 1919 കഴിഞ്ഞാൽ പിന്നെ 1922 വരണ്ടേ, 22 വരണം. അതായത് ഡി അടുത്ത് വരണം. സി ഡി വരുന്നത് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ ആണ്. ദെൻ ഇനി ഇതങ്ങനെ പഠിക്കാന്നല്ലേ കാണിച്ചു. ഇതെന്താണ് ഗാന്ധിജി ഇങ്ങനെ നിൽക്കുന്നത്? ഉപ്പ് ഉണ്ടാക്കുകയാണ്, ഉപ്പ് സത്യാഗ്രഹമാണ്. എത്രയിലാണ്? 1930. എന്താണ് സാധനം? എന്താണ്? ഉപ്പ് സത്യാഗ്രഹം. 30 ഉപ്പ്, 30 ഉപ്പ്, ഉപ്പ് 30. ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ. 1930 ഉപ്പ്, ഉപ്പ് 30, 30 ഉപ്പ്, ഉപ്പ് 30. ഇനി മറക്കൂലല്ലോ. 1930 ഉപ്പ് സത്യാഗ്രഹം. സെറ്റായല്ലോ, സെറ്റാണ്. ദെൻ അടുത്തതാണ്, ഇതെന്താണ്? ഇത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓക്കെ, ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുമ്പോൾ ജാലിയൻ വാലാബാഗ് ആണല്ലോ. വാലാബാഗ് എന്ന് പറയുമ്പോൾ തന്നെ വാലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വാല് വരയ്ക്കുന്നു, പിന്നെ ചെറിയൊരു ഉണ്ട, പിന്നെ ഒരു വാല്, പിന്നെ അടുത്ത വാല് വരയ്ക്കുന്നു, പിന്നെയും ചെറിയൊരു ഉണ്ട, അടുത്ത വാല്. അപ്പോൾ എന്തായി? ജാലിയൻ വാലാബാഗായി 1919. ഓക്കെ, സെറ്റാണ്, പവറാണ്. ദെൻ അടുത്ത സാധനമാണ് മക്കളെ, ഇതെന്തെന്നാ? ഇത് ചൗരി ചൗര സംഭവം. ചൗരി ചൗര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1922. എന്താണ് ചൗരി ചൗര? ഒരേ ഒരു സാധനം നോക്കിയാൽ മതി. ചൗരി എന്ന് എഴുതുമ്പോൾ ഈ ചാൻ്റെ ഇവിടെ എന്തുണ്ട്? ഒരു 2 ഉണ്ടല്ലോ, 2 ഉണ്ട്. പിന്നെ അടുത്ത ചൗരൻ്റെ അവിടെ എന്തുണ്ട്? 2 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 2ഉം 1922. കിട്ടിയല്ലോ. ഇനി മറക്കൂലല്ലോ. ചൗരി ചൗര എന്നാണ് 1922. ഓക്കെയാണ്. ദെൻ അടുത്തതാണ് ക്വിറ്റ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാ സമരം ആരംഭിച്ച സാധനം. ക്വിറ്റ് ഇന്ത്യ. വിട്ടുപോ, അത്രേ ഉള്ളൂ. ക്വിറ്റ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കണ്ടെടുക്കുകയാണ്. ഇതിങ്ങനെ ഇട്ടു. പിന്നെ അടുത്ത വള്ളി ഇതാ അപ്പുറത്ത് ഇടുന്നതിന് പകരം നമ്മളിത് ഇപ്പുറത്ത് തന്നെ ഇട്ടു. ഇപ്പുറത്ത് തന്നെ ഇട്ടാൽ ഇവിടെ എന്തായി മാറി? ഇവിടെ 4 മാറിയല്ലോ. 4 ഉണ്ട്. ദെൻ ഇന്ത്യ എന്നാണല്ലോ. ഇന്ത്യ എന്നുള്ളതിൽ നിന്ന് ഇവിടുന്ന് എന്ത് കിട്ടും? 2 കിട്ടും. കിട്ടുമല്ലോ, കിട്ടും. ദെൻ ഇവിടെ ഒരു 10 പോകുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതെന്ന് കിട്ടിയല്ലോ. സെറ്റാണ്, പവറാണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാട്ടിക് വാർ, കർണാടക യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു കർണാടക യുദ്ധങ്ങൾ നടന്നത്? ഇത് കൊള്ളാലോ. മറ്റേ ഭരതനാട്യത്തിന് ഡാൻസ് കളിക്കുന്നത് കൊള്ളാം. ദെൻ 1 ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, 2 പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ. ദെൻ ദ ബ്രിട്ടീഷ് ആൻഡ് ദ ഡച്ച്, ആൻഡ് 4th ഈസ് ഫ്രഞ്ച് ആൻഡ് ദ ബ്രിട്ടീഷ്. ആരൊക്കെയായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ആയിരുന്നു. അത് അങ്ങനെ തന്നെ പഠിച്ചാൽ പോരെ, അത്രയല്ലേ ഉള്ളൂ. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലാണ് എന്ത് നടന്നത്? കർണാട്ടിക് വാർ നടന്നത്. ഇനി മറക്കൂലല്ലോ. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലാണ് കർണാട്ടിക് വാർ നടന്നത്. ഇത് NMMSന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഇനി മറക്കൂലല്ലോ. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. കണ്ടമാനം ചോദ്യങ്ങളുണ്ട്. ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഒന്നും പഠിക്കണം, മുഴുവൻ ഇരുന്ന് കാണാം. കണ്ടു കഴിഞ്ഞാൽ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്. ദെൻ അടുത്തതാണ് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു? ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം. ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി ഫ്രഞ്ച് ഓഫ് ഇന്ത്യ. എ മദ്രാസ് ഉണ്ട്, ബി പോണ്ടിച്ചേരി ഉണ്ട്, സി സൂറത്ത് ഉണ്ട്, ഡി കൽക്കത്ത ഉണ്ട്. എവിടെയായിരുന്നു? പോണ്ടിച്ചേരി ആയിരുന്നു. പോണ്ടിച്ചേരി. ഇതിങ്ങനെ ഒന്നല്ലല്ലോ. എവിടെയായിരുന്നു? ഇതെന്നത് പോണ്ടിച്ചേരി. ഓക്കെ, സെറ്റാണല്ലോ. ഇത് പഠിക്കാൻ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം മാത്രമല്ല, ഫ്രഞ്ചുകാരുടെ തലസ്ഥാനം മാത്രമല്ല, ഫ്രഞ്ചുകാരുടെ
മുഴുവൻ സ്ഥലങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കോഡ് ഉണ്ട്. നിങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടിട്ടുണ്ടല്ലോ, ഫ്രഞ്ച് ഫ്രൈസ്. ദെൻ ഈ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കൽ മായം കലർന്ന നമ്മളെ എന്താണ് സാധനത്തിൻ്റെ പേര്, അപ്പക്കാരത്തിലാണ് എന്ന് പഠിച്ചു വെക്കുക. മായം കലർന്ന അപ്പക്കാരത്തിലാണ് എന്ത് പൊരിച്ചെടുക്കുക, ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കുക. നിങ്ങൾക്ക് അറിയുണ്ടാവും മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ആണിത്, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ഗ്ലാസ് കാണുമ്പോഴും ഇവിടെ അത് ഇങ്ങനെ ചം ചം അല്ല എന്ന് പറഞ്ഞ് തിന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക ഗ്ലാസ് കാണുന്നുണ്ടാവുക. പലരും അങ്ങനെ ആവാലോ, ആയിക്കൂടെ ആവാം. ദെൻ എന്താ ഞാൻ പറഞ്ഞത്, ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കൽ എന്തിലാടാ, മായം കലർന്ന എന്തിനാണ്, മായം കലർന്ന അപ്പക്കാരത്തിലാണ്, മായം കലർന്ന അപ്പക്കാരത്തിലാണ്, അപ്പക്കാരം. ദെൻ ഇനി നമ്മൾ ഫ്രഞ്ചുകാരുടെ മുഴുവൻ സ്ഥലങ്ങളാണ്ട് പഠിക്കാൻ പോവാം. ഫ്രഞ്ചുകാരുടെ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പൊരിച്ചെടുക്കുക പോണ്ടിച്ചേരി, പൊരിച്ചെടുക്കുക പോണ്ടിച്ചേരി, പൊരിച്ചെടുക്കുക പോണ്ടിച്ചേരി. പൊരിച്ചെടുക്കൽ എന്താണ്, മായം കലർന്ന, മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഹി, യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാനം. ദെൻ അടുത്തതാണ് അപ്പക്കാരം, അപ്പക്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരക്കൽ. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കല് മായം കലർന്ന എന്തിലാണ്, അപ്പക്കാരത്തിലാണ്. മാ ഫോർ മാഹി, യാ ഫോർ യാനം, ദെൻ അപ്പക്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാരക്കൽ. ഓക്കെ, വെറും ചളിയാണെന്ന് അറിയാം, പക്ഷേ നമുക്കൊരു മാർക്ക് കിട്ടിയാൽ പോരെ, മതിയല്ലോ. ആ ഒരു മാർക്ക് പായല്ലോ, ആയി, അത്ര മതി. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, അല്ല ഇതിലടാ നമ്മളെ മറ്റേ ടീമിലാണല്ലോ ആര്, പോർച്ചുഗീസുകാർ. അപ്പോൾ പോർച്ചുഗീസുകാരുടെ സ്ഥലങ്ങൾ വേണമെന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. പോർച്ചുഗീസ് അപ്പോൾ അടുത്ത കഴിഞ്ഞ് റെഡിലാവാം. ഓക്കെ, പോർച്ചുഗീസുകാരുടെ സ്ഥലങ്ങളാണ് ഗോദാദി. ഒന്ന് പറഞ്ഞു നോക്കി, പോർച്ചുഗീസുകാരുടെ സ്ഥലങ്ങളാണ് ഗോദാദി, ഗോദാദി, ഗോവ, ദാമൻ, ദിയു, ഗോവ, ദാമൻ, ദിയു. അപ്പൊ പോർച്ചുഗീസുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഗോദാദി, ഗോവ, ദാമൻ, ദിയു. ഒന്ന് പറഞ്ഞു അങ്ങനെ തന്നെ. അപ്പുറത്ത് അമ്മക്ക് ഉണ്ടാവും, പ്രശ്നമൊന്നുമില്ല, പറയാ, ഒരു മാർക്ക് കിട്ടിയാൽ മതിയല്ലോ, മതി. അപ്പൊ പോർച്ചുഗീസുകാരുടെ സ്ഥലങ്ങളായിരുന്നു ഏതൊക്കെ, ഗോവ, ദാമൻ, ദിയു, ഗോദാദി. ഇനി മറക്കൂലല്ലോ, സെറ്റാണല്ലോ, പവറാണല്ലോ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്തതാണ് മക്കളെ ദത്താവകാശ നിരോധന നിയമം. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതാര്, ഒന്ന് കാനിം പ്രഭു ഉണ്ട്, വെല്ലസ്ലി ഉണ്ട്, കോൺ വാലിസ് ഉണ്ട്, ദെൻ ഡൽഹൌസി ഉണ്ട്. ദത്താവകാശ നിരോധന നിയമം ഇതെന്ത് സാധനം എന്നറിയോ, അതായത് രാജാക്കന്മാർക്കൊക്കെ കുട്ടികൾ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ അവർ ദത്തെടുത്തിട്ട് എന്ത് ചെയ്യും, കുട്ടികളെ വളർത്തും. എന്നിട്ട് ആ കുട്ടികൾ വളർന്ന് വലുതാവുമ്പോൾ അവരായിരിക്കും എന്താവാം, രാജാക്കന്മാരായി മാറാം. അപ്പോൾ ആ ഒരു സാധനം നിർത്തലാക്കി. ആരെന്നാണ് ചോദ്യം, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ദെൻ ഇത് അറിഞ്ഞൊരു കമന്റ് ഇടണ്ട, കാരണം അത്രയും വലിയ വീഡിയോ ആയിരുന്നു, കമന്റ് ഇടുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ദെൻ ഡൽഹൌസി പ്രഭുവാണ് ഇത് പഠിക്കാനേ. നമ്മളിവിടെ കുട്ടികളെ ദത്തെടുത്തു കഴിഞ്ഞാൽ ഹൗസിൽക്കല്ലേ കൊണ്ടുവരാം, വീട്ടിൽ കൊടുന്ന് കുട്ടികളെ വളർത്തുന്ന പരിപാടിയാണ് എന്ത്, ദത്തെടുക്കൽ. അപ്പോൾ ദത്താവകാശം, ദത്തെടുത്തിട്ട് കുട്ടികളെ എവിടെ കൊടുന്ന് വളർത്തും, ഹൗസിൽ കൊടുന്ന് വളർത്തും. ഹൗസ് പറഞ്ഞാൽ വീട്ടിൽ കൊടുന്ന് വളർത്തും. അപ്പോൾ ഡൽഹൌസി പ്രഭുവാണല്ലോ എന്ത്, ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതാരാണ്, ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, മറക്കില്ലല്ലോ, കാരണം കുട്ടികളെ ദത്തെടുത്തിട്ട് എവിടെ കൊടുന്ന് വളർത്താം, ഹൗസിലാണ് കൊടുന്ന് വളർത്തുക. അപ്പോൾ ദത്താവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭുവാണ് എന്താണ് നടപ്പിലാക്കിയത്, ദത്താവകാശ നിരോധന നിയമം. ഓക്കെ ആണ്. ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 1857 വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയതാര്? പല കുട്ടികൾക്കും SS ടഫ് ആവാൻ കാരണം ഇങ്ങനത്തെ ഓരോ പേരും ഓരോ സ്ഥലങ്ങളും ഓരോ ആൾക്കാരും പഠിക്കാനുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇന്റെ മക്കള് ഇത് സെറ്റായിട്ടാണ്ട് പഠിച്ചു പോകുള്ളൂ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ. ഓക്കെയാണ്. 1857 കലാപം ഈ വീഡിയോ ഈ ഒരു ഭാഗം കാണുന്നതോടെ നമ്മൾ അങ്ങോട്ട് സെറ്റാക്കി എടുക്കും, അത്രേ ഉള്ളൂ. ഇതേ സാധനം തന്നെ ഇനി ഭാവിയിൽ മീൻസ് ഇനി വരുന്ന സ്ലൈഡുകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മൾ പറയണ്
1857 വിപ്ലവത്തില് കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് ആരായിരിക്കും? നാനാ സാഹിബാണോ, ബഹദൂർ ഷാ സെക്കൻഡ് ആണോ, ഝാൻസി റാണിയാണോ, അതോ കൻവർ സിംഗ് ആണോ? ആരായിരിക്കും? കാൺപൂരിൽ നേതൃത്വം കൊടുത്ത ആളെ പേരാണ് മക്കളെ എന്ത്? നാനാ സാഹിബ്. ഓപ്ഷൻ എ ഇസ് ആൻസർ. അപ്പോൾ 1857 വിപ്ലവത്തില് കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് ആരാ? നാനാ സാഹിബാണ്. സെറ്റാണ്. ഇത് പഠിക്കാൻ നിങ്ങൾ കമ്മത്ത് ഫിലിം കണ്ടിട്ടുണ്ടോ? അതിൽ ചങ്ങായിൻ്റെ പേരെന്താ? സാഹിബാണല്ലോ. ആണല്ലോ, അറിയാലോ, എല്ലാവർക്കും അറിയാലോ. ദെൻ ഈ ചങ്ങായി ഇതെന്താ കമ്മത്ത് ഫിലിമില് ഇദ്ദേഹത്തിൻ്റെ പേരാണ് അതിൽ സാഹിബ് എന്ന് പറയുന്നുണ്ട്. അതിൽ സുരാജും ദിലീപും മമ്മൂട്ടിയുമാടെ ചേർന്ന് അഭിനയിച്ചൊരു ഫിലിം. അത് കിടിലൻ ഫിലിം. നിങ്ങൾ ഫിലിമൊന്നും കാണാൻ നിൽക്കണ്ട. ഈ ഒരു ഫോട്ടോ ഉണ്ടോ? ഇയാളെ പേരാണ് സാഹിബ്. ഇയാളെ തലയിലാണ് നിൽക്കുന്നത്, തൊപ്പിയാണല്ലോ. അപ്പോൾ ഈ സാഹിബിൻ്റെ തൊപ്പി കാണാൻ ഭയങ്കര രസമല്ലേ? ആണല്ലോ, ഒരു കറുത്ത തൊപ്പി ഭയങ്കര രസമാണ്. അപ്പോൾ സാഹിബിൻ്റെ തൊപ്പി കാണാൻ എന്താണ്? ഭയങ്കര രസമാണ്. ഇതിന്ന് മാത്രം എന്ത് കിട്ടും? കാൺപൂരിൽ നേതൃത്വം കൊടുത്ത ആൾക്കാരെ സെറ്റാക്കിയാണ്ട് തലയിൽ കയറ്റും. അതായത് കാണാൻ എന്ന് പറയുമ്പോൾ കാൺപൂർ, തൊപ്പി എന്ന് പറയുമ്പോൾ താന്തിയ തോപ്പി, ദെൻ സാഹിബ് എന്ന് പറയുമ്പോൾ നാനാ സാഹിബ്. അപ്പൊ മക്കളെ കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് 2 പേരാണ്. ആരൊക്കെ? ഒന്ന് താന്തിയ തോപ്പിയും മറ്റൊന്ന് നാനാ സാഹിബും. കാൺപൂരിൽ അപ്പോൾ ആരൊക്കെയാണ്? താന്തിയ തോപ്പി ഉണ്ട്, നാനാ സാഹിബ് ഉണ്ട്. താന്തിയ തോപ്പി ഉണ്ട്, നാനാ സാഹിബ് ഉണ്ട്. താന്തിയ തോപ്പി, നാനാ സാഹിബ്. ഓക്കെയാണേ. ദെൻ അടുത്തതാണ് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ഇതുമാതിരി 2 ആളാണ്. ഡൽഹിയിൽ നേതൃത്വം കൊടുത്തതാണ് ഒന്ന് ജനറൽ ഭക്ത് ഖാൻ. അടുത്തതാണ് ബഹദൂർ ഷാ സെക്കൻഡ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. അതായത് ഇത് പഠിക്കാനേ നമ്മൾ ഡൽഹിക്ക് വണ്ടിയിൽ പോവാം. ട്രെയിനിൽ പോകുമ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് പോണത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഡൽഹിക്ക് ബഹുദൂരം സഞ്ചരിച്ചാൽ മാത്രമേ എവിടെത്തുള്ളൂ? ഡൽഹി എത്തുള്ളൂ. അപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ട്രെയിനിൽ നമ്മൾ ബഹുദൂരം സഞ്ചരിച്ചാലേ എവിടെത്തുള്ളൂ? ഡൽഹി എത്തുള്ളൂ. ഈ ഒരു സാധനം മാത്രം പഠിച്ചു വെച്ചാൽ ഡൽഹിയിൽ ഈ വിപ്ലവത്തിൽ നേതൃത്വം കൊടുത്ത ആൾക്കാർ എന്ത് കിട്ടും? നമുക്ക് കിട്ടും. ആരൊക്കെയാണ്? ഒന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റ്, ജനറൽ ഭക്ത് ഖാൻ. ദെൻ ബഹദൂർ ഷാ സെക്കൻഡ്, ബഹുദൂരം യാത്ര ചെയ്താലേ എവിടെ എത്തുള്ളൂ? ഡൽഹിയിൽ എത്തുള്ളൂ. ഓക്കെയാണ്? മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ മാതിരി തന്നെ ഒന്നൊക്കെ കത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കത്തിപ്പോയിട്ടുണ്ടാവും. രണ്ടായാലും സംഭവിച്ചിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാ ഹൈർ. ദെൻ അടുത്തതാണ് നമ്മളെ ഝാൻസിയിൽ പിന്നെ ആരെന്നായിരുന്നു? റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി ലക്ഷ്മിബായി. ദെൻ അടുത്തതാണ് ലക്നൗവിൽ എല്ലാവർക്കും അറിയണ പോലെ തന്നെ ബീഗം ഹസ്രത്ത് മഹൽ. അപ്പോൾ ലക്നൗവിൽ നേതൃത്വം കൊടുത്ത ആൾക്കാരാരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ഇത് പഠിക്കാനേ ഈ നൗ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ലവ് എന്നാക്കുകയാണ്. ലവ് ഉള്ള ആൾക്കാർ ഗമ്മുമാതിരി ഇങ്ങനെ ഒട്ടിയിട്ടല്ലേ ഇരിക്കുക അല്ലേ? ആണല്ലോ. ലവ് ഉള്ള ആൾക്കാർ ഈ ഗമ്മുമാതിരി ഇങ്ങനെ എന്ത് ചെയ്യും? ഒട്ടിയിരിക്കും. ഇങ്ങൾക്ക് ഉണ്ടെന്നോ വേണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഗമ്മുമാതിരി ഒട്ടിയിരിക്കും. അപ്പോൾ ലക്നൗ എന്നുള്ള മാറ്റി ലവ് ആക്കുകയാണെങ്കിൽ ബീഗം ഹസ്രത്ത് മഹൽ ഗമ്മുമാതിരി എന്ത് ചെയ്യും? ഒട്ടിയിരിക്കും. ഇത് പ്രേമിക്കാൻ പറഞ്ഞതല്ല. നിങ്ങൾ കുട്ടികളാണ്, ഒരു നടക്കും അനുകരിക്കരുത് എന്നാണ് പറയാനുള്ളത്. പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും ആവാലോ, എന്തും പഠിച്ചു വെക്കാലോ. അല്ല, അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ എന്തും കണക്ട് ചെയ്യാലോ. അപ്പോൾ ഇത് എന്ത് ചെയ്യാം? അങ്ങനെ കണക്ട് ചെയ്യുക, അങ്ങനെ മാത്രം കാണാം. ഒന്നുകൂടെ പറഞ്ഞു, അങ്ങനെ മാത്രം കാണാം. ദെൻ അടുത്ത ആളാണ് ആരയിൽ നേതൃത്വം കൊടുത്ത ആളെ പേരാണ് കൻവർ സിംഗ്. നമ്മൾ
ഇത് മാത്രം കണ്ടെടുക്കുക. കൺവേഴ്സിങ്. കണ്ണില്ലാത്ത ആൾക്കാർ ആരാ ആരാ ആരാന്ന് ചോദിക്കൂലേ? ചോദിക്കുള്ളൂ, ചോദിക്കും. അപ്പോൾ കണ്ണില്ലാത്ത ആൾക്കാർ ആരാ 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 ആരാന്ന് ചോദിക്കുമല്ലോ, ചോദിക്കും. അപ്പോൾ ആരേലും നേതൃത്വം കൊടുത്ത ആളാരാണ്? കൻവർ സിംഗ് ആണ്. ഈ ആരെവിടെയാണ്? ബീഹാറിലാണ്. അതും കൂടെ ആലോചിക്കണം. ബീഹാറിലെ ആരാൻ ബീഹാർ ആരാണ്? കൻവർ സിംഗ് ആണ്. കണ്ണില്ലാത്ത ആൾക്കാരെന്ത് ചെയ്യും? ആരാ 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 എന്നെന്ത് ചെയ്യും? ചോദിക്കും. ഓക്കെ. ദെൻ 1857 കലാപത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാറുണ്ടോ, ആരൊക്കെ പഠിക്കാറുണ്ടോ, ഏതൊക്കെ സ്ഥലങ്ങൾ പഠിക്കാറുണ്ടോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? സെറ്റാക്കി. ഇത്രക്കേ ഉള്ളൂ. സ്ഥലങ്ങൾ പഠിച്ചു, അവിടെ നേതൃത്വം കൊടുത്ത മുഴുവൻ ആൾക്കാരെയും പഠിച്ചു. നിങ്ങൾക്ക് പഠിക്കാനുള്ള മുഴുവൻ ആൾക്കാരെയും പഠിച്ചു. പിന്നെ PSCക്കൊക്കെ കുറേ ഉണ്ട്, ഷാമല് അവര് ഇവര് മറ്റൊരു മറിച്ചൊരു എന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്തേ ഉള്ളൂ? ഇത്രക്കേ പഠിക്കാനുള്ളൂ. അത് സെറ്റായല്ലോ. ഒന്ന് ആരൊക്കെയാണ്? ചാൻസ് ഉണ്ട്, ലക്നൗ ഉണ്ട്, ആരുണ്ട്, കാൺപൂർ ഉണ്ട്, ഡൽഹി ഉണ്ട്. ഇത്രയും സാധനം സെറ്റാണ്, പവറാണ്, ഓക്കെ ആണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ഇത് എന്തെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും തിരിയാത്തതോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഒരു 40 സെക്കൻഡ് ബാക്ക് കടിച്ചിട്ട് എന്ത് ചെയ്യാം? ഒന്നും കൂടെ ഒന്ന് കണ്ടുവരാം. അപ്പം എന്ത് ചെയ്യും? ഒന്നും പാടെ കേൾക്കും, ഒന്നും പാടെ തലയ്ക്ക് കയറും. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്തതാണ്, ചുവടെ ചേർന്നിരിക്കുന്നവയിൽ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള രേഖാംശം ഏത്? ഈ രേഖാംശം എന്താ, അക്ഷാംശം എന്താ? രേഖാംശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ അതോ ഇങ്ങനെയാണോ? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ അതോ ഇങ്ങനെയാണോ? അതോ ലാറ്റിറ്റ്യൂഡ് ആണോ? ഇങ്ങനെ പല കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടാവും. ഈ സാധനം ഈ ഒരു 2 മിനിറ്റിൽ, ഇപ്പോഴത്തെ ഈ ഒരു 2 മിനിറ്റിൽ നമ്മളങ്ങ് സെറ്റാക്കും, നമ്മളങ്ങ് എടുക്കുക. അത്രേ ഉള്ളൂ ഈ ചോദ്യത്തിന്. ദെൻ ആദ്യം ലോഞ്ചിറ്റ്യൂഡ് എന്താ, ലാറ്റിറ്റ്യൂഡ് എന്താന്ന് പറയാം. അതറിയാത്തവനെ വേദം മുഴുവൻ ഓതിയിട്ട് ബാക്കി എന്തൊക്കെയുണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ് എന്താ, ലാറ്റിറ്റ്യൂഡ് എന്താണോ ആദ്യം പഠിക്കുന്നത്. നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് പഠിക്കാം. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പേരിൻ്റെ പേരാണ്. അത് പഠിച്ചു വെക്കാൻ നമ്മൾ റോക്കറ്റ് വിടൂലേ? റോക്കറ്റ് എന്ത് ചെയ്യും? റോക്കറ്റ് ലോഞ്ച് ചെയ്യും. റോക്കറ്റ് ലോഞ്ച് ചെയ്യൽ എങ്ങോട്ടാ? ഇങ്ങോട്ടല്ലല്ലോ, ഇങ്ങനെ മേലേക്കല്ലേ. റോക്കറ്റ് ലോഞ്ച് ചെയ്യൽ എങ്ങോട്ടാണ്? ഇങ്ങനെ മേലേക്കാണല്ലേ? ആണല്ലോ, ആർക്കും ഡൗട്ടില്ലല്ലോ. സോ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോണ വരക്ക് പറയുന്ന പേരാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡ്. ഇത് ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എങ്ങനെയെന്ന് പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ല. ദെൻ ഓക്കെ ആണ്, സെറ്റാണ്. ഇനി മലയാളം മീഡിയക്കാർക്ക് അക്ഷാംശം, രേഖാംശം 2 അംശങ്ങളുണ്ട്. 2 അംശം പാടെ തലയിൽ കിടന്നിട്ട് എന്തോ ഒരു അംശമായി മാറും. ദെൻ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അക്ഷാംശത്തിനെ പഠിച്ചു വെക്കാം, പിന്നെ രേഖാംശം കിട്ടുമല്ലോ. അക്ഷാംശം എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ കക്ഷാംശം എന്നാക്കുക. അക്ഷം എന്നുള്ളത് എന്താ? കക്ഷം എന്നാക്കുക. കക്ഷം എന്നാക്കണം. ഇതൊരു കക്ഷം, ഇതൊരു കക്ഷം ആണല്ലോ, അതായിട്ടും ഡൗട്ടില്ലല്ലോ. ദെൻ ഈ കക്ഷങ്ങൾ തമ്മിൽ എങ്ങനെ വരുന്നത്? ഇങ്ങനെയുള്ള വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് ആണല്ലോ. അപ്പോൾ അക്ഷാംശം എങ്ങനത്തെ പറഞ്ഞ പേരാണ്? ഇങ്ങനെ പോണ പറഞ്ഞ പേരാണ് എന്ത്? അക്ഷാംശം. ഇങ്ങനത്തെ അക്ഷാംശമാണെങ്കിൽ ഇത് പിന്നെ രേഖാംശം ആവുമല്ലോ. ഓക്കെ ആണ്, സെറ്റാണ്, പവറാണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യത്തിലേക്ക് നോക്കാം. വിച്ച് among the following is the ഈസ്റ്റേൺ മോസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്? ഏറ്റവും കിഴക്ക് ഭാഗത്ത് വരുന്ന ലോഞ്ചിറ്റ്യൂഡ്, രേഖാംശം ആര് എന്നാണ് ചോദ്യം. ഇത് അറിയാത്തൊരു കുറേ ആളുണ്ടാവും, പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് എന്നാണ് പറയാനുള്ളത്. വളരെ ഈസിയാണ്. ഇതെന്താ സാധനം എന്നറിയോ? ഇത് നമ്മളെ ബോൾ അല്ല, എന്താണ്? ഗ്ലോബോ? ഉണ്ടല്ല, ഭൂമി. അതെ, ഭൂമി. ഇത് ഭൂമി. ഇതെന്താണ്? 0 ഡിഗ്രി. ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള രേഖാംശം ഏതാണെന്നാണ് ചോദിച്ചത്. ഇവിടെ 0, ഇവിടെ 1, 2, 3, 4, 5 ഇങ്ങനെ വന്ന് 82 ഡിഗ്രി 82 മിനിറ്റ് 82 ഡിഗ്രി 30 മിനിറ്റ് ഇവിടെ എത്തി. ഇനി ചോദ്യം ഏറ്റവും കിഴക്ക് ഭാഗത്ത് ആരാന്നാണ്. ഇതിങ്ങനെ നോക്കുമ്പോൾ അറിയാലോ, ഇവിടെ 8 ഡിഗ്രി 4 ഉണ്ടാവും, ഇവിടെ 37 ഡിഗ്രി ഉണ്ടാവും. അങ്ങനെ വന്നാണ് എവിടെ എത്തുന്നത്? 82 ഡിഗ്രി 30 മിനിറ്റിൽ എത്തുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ നോക്കുന്നത് ഈ 82 ഡിഗ്രി 30 മിനിറ്റാണ് ഏറ്റവും കിഴക്കുള്ള ആള്. ആണല്ലോ, ആണ്. വടക്കും കിഴക്കും നോക്കാൻ അറിയില്ലേ? അതറിയാത്തവന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. വാപ്പ ഇടത്തേക്കാണ് തേക്കി വീണത്. വാപ്പ വലത്തേക്ക് തേക്കരുത്. ദെൻ വാപ്പ തേക്കി
വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക്. വാപ്പ എങ്ങോട്ടാ തെക്കിയത്? വാപ്പ ഇടത്തേക്കാണ് തെക്കി വീണത്. വലത്തേക്ക് വാപ്പാര് തെക്കി വികൂല. ഓക്കെ ആണ്. ദെൻ അടുത്ത ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് നോർത്ത് ഈസ്റ്റ്, ഇംഗ്ലീഷ് മീഡിയക്കാർ അറിയത്തോരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ന്യൂസ് എഴുതിയിടാം. ന്യൂസ് എപ്പോഴും വളച്ചൊടിച്ചിട്ടാവില്ല ഉണ്ടാവുക. നല്ലൊരു ന്യൂസ് എപ്പോഴും വളച്ചൊടിച്ചിട്ടാവും. അപ്പോൾ ന്യൂസ് എന്ത് ചെയ്യുക? അങ്ങനെ വളച്ചൊടിച്ച് എഴുതാം. എൻ ഇവിടെ എഴുതിയോ, എൻ ഇ ഇവിടെ എഴുതി, ഡബ്ല്യു ഇവിടെ എഴുതി, എസ് ഇവിടെ എഴുതി. ന്യൂസ് എപ്പോഴും ഇങ്ങനെ വളച്ചൊടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ജഡ്മാതിരി നേരെ നേരെ പോകുന്നുള്ള ന്യൂസില്ലേ, ഏതൊരു വാർത്തനും വളച്ചൊടിച്ചിട്ട് എങ്ങനെ ഓർക്ക് അതിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ പറ്റും ആ രൂപത്തിലല്ല ഉണ്ടാവുക ആണല്ലോ. അപ്പോൾ ന്യൂസിനെ അങ്ങനെ വളച്ചെഴുതി ഇങ്ങനെ ജഡ്മാതിരി. നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ഓക്കെയാണ്, അത് മറക്കൂലല്ലോ. അപ്പൊ ചോദ്യം ഏറ്റവും കിഴക്ക് ഭാഗത്ത് അഥവാ ഏറ്റവും ഈസ്റ്റ് ഭാഗത്ത് ഉള്ള ലൈൻ ഏതാണെന്നാണ്. ഇങ്ങനെ വരച്ചു നോക്കുമ്പോൾ ഏതാണ് ഏറ്റവും ഈസ്റ്റ് ഉള്ളത്? 82.5 ഡിഗ്രി അല്ലേ? ആണല്ലോ, സെറ്റാണ്, പവറാണ്, ഓക്കെ ആണ് അല്ലേ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തതാണ് നിഫെ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? നിഫെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഒന്നാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് അഥവാ വൻകര ഭൂവൽക്കം. പിന്നെ അടുത്തത് ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് വെച്ചാൽ സമുദ്ര ഭൂവൽക്കം. പിന്നെ അടുത്തത് ഇന്നർ കോർ അഥവാ അകക്കാമ്പ്. അടുത്തത് മാൻഡിൽ. മാൻഡിൽ എന്ന് വെച്ചാൽ മാൻഡിൽ തന്നെ. ഇതിൽ ആരാണ് നിഫെ എന്നറിയപ്പെടുന്നത്? വല്ല ഐഡിയ ഉണ്ടോ? ഇവിടെയൊക്കെ കേട്ട് പരിചയമുള്ള ചോദ്യം അല്ലേ? കേട്ടിട്ടുണ്ടാവും. കാരണം ഇത് കുറേ പല എക്സാമുകൾക്കും നിങ്ങൾ ബുക്കൊക്കെ തുറക്കുമ്പോഴും ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുമ്പോഴും ഈ ചോദ്യമായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. കാരണം ഇത് ചോദിക്കാൻ എളുപ്പമാണെന്നുള്ളതാണ് ഒന്ന്. പിന്നെ അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണെന്നുള്ളതാണ് രണ്ടാമത് ചോദിക്കാൻ കാരണം. അപ്പോൾ നിഫെ എന്നറിയപ്പെടുന്ന സാധനമാണ്. അത് ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം അകക്കാമ്പ് എന്ന് പറയും. ഇന്നർ കോർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇത് ക്ലാസ് സ്ലോ ആയിട്ട് പോകണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടി കൊടുക്കുക. നിങ്ങൾ അവിടെ സെറ്റിങ്സിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഉണ്ട കാണാം. ആ ഒരു ഉണ്ടമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് എന്നുള്ളൊരു സാധനം കാണാം. ആ സ്പീഡ് എന്ത് ചെയ്യുക? ജസ്റ്റ് 1.25 1.5 ഇട്ട് വെക്കുക. 1.5 ആണ് പോകുകയാണെന്നുണ്ടെങ്കിൽ 1.25 ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ക്ലാസ് ഒന്ന് സ്പീഡാക്കി കണ്ടു വെക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും സ്ലോ ആണെന്ന് തോന്നുന്നവരങ്ങനെ ചെയ്യാം. ദെൻ ബോറിങ് പാടില്ലല്ലോ. അപ്പോൾ ദെൻ നിഫെ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? അകക്കാമ്പാണ് അഥവാ ഇന്നർ കോർ. നമ്മൾ പഠിച്ചു വെക്കാൻ നിഫെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കലും ഫെറവും ചേരുന്നതാണ് നിഫെ. ഫെറ എന്ന് പറഞ്ഞാൽ എന്താ? ഫെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പാണ്. ഈ ഫെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പാണ്. അപ്പോൾ നിക്കലും ഫെറവും. ഫെറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുമ്പിൻ്റെ ലാറ്റിൻ വേർഡാണ് ഫെറം. ഓക്കെയാണ്. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ അകക്കാമ്പ് ഇതാണ് ഇരുമ്പ് അല്ലേ? ഇരുമ്പിൻ്റെ അകത്തുള്ള ഭാഗം ഭയങ്കര എന്താണ്? കാമ്പുള്ള സാധനമാണ്. ഇരുമ്പിൻ്റെ അകത്ത് എന്താണ്? ഭയങ്കര കാമ്പാണ്. ഇരുമ്പിൻ്റെ അകത്ത് ഭയങ്കര കാമ്പാണ്. അഥവാ ഇരുമ്പുള്ള സാധനമാണ് അകക്കാമ്പായിട്ട് വരുന്നത്. ഇരുമ്പിൻ്റെ അകത്ത് കാറ്റടിച്ച് വെച്ചതല്ലല്ലോ, ഇവിടെ ഭയങ്കര കാമ്പുള്ള സാധനമാണല്ലോ. സോ ഇരുമ്പ് വരുന്നതാണ് അകക്കാമ്പായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ നിഫെ നിക്കലും ഫെറവും. ഫെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ്. ഇരുമ്പിൻ്റെ അകത്ത് എന്താണ്? അകത്ത് ഭയങ്കര കാമ്പാണ്. സോ അക കാമ്പ്, ഇന്നർ കോർ. ഇരുമ്പിൻ്റെ അകത്ത് ഭയങ്കര കാമ്പായതുകൊണ്ട് ഫെറം ആണ് ഇരുമ്പിൻ്റെ ലാറ്റിൻ വേർഡ് എന്നുള്ളതുകൊണ്ട് നിഫെ എന്താണ്? നിഫെ ആണ് അകക്കാമ്പായിട്ട് വരുന്നത്. ഇനി അതിൽ ചോദിക്കാനുള്ള 2 സാധനങ്ങളാണ്. ഒന്ന് സിയാല്, മറ്റേത് സിമ. ഇത് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. സിയാലും സിമയും ഇത് പഠിച്ചു വെക്കാൻ ഒരേ ഒരു സാധനമുള്ളൂ. സിമ എന്നുള്ളത് സമു എന്ന് പഠിച്ചു വെക്കുക. സിമ സമു. സമു എന്ന് വെച്ചാൽ സമുദ്ര ഭൂവൽക്കം. ഓക്കെ. അപ്പോൾ സിമ സമു, സമു സിമ, സമു സിമ, സമൂസ അല്ല സമു സിമ. സിമ എന്ന് പറഞ്ഞാൽ സമുദ്ര ഭൂവൽക്കം. സിമ എന്ന് പറഞ്ഞാൽ സമുദ്ര ഭൂവൽക്കം. അപ്പോൾ സമുദ്ര ഭൂവൽക്കത്തിൻ്റെ പേരാണ് എന്ത്? സിമ. അപ്പോൾ പിന്നെ സിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകര ഭൂവൽക്കം. വൻകര ഭൂവൽക്കത്തിന് പറഞ്ഞ പേരാണ്
സിയാൽ. ഓക്കെ, അപ്പോൾ സിമ സമു, സിയാൽ അല്ല, സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്ര ഭൂവൽക്കം, അതായത് ഓഷ്യാനിക് സാധനം. ദെൻ സിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകര ഭൂവൽക്കം. സിയാലിന്റെ മറ്റൊരു പേരാണ് അപ്പോൾ വൻകര ഭൂവൽക്കം, വൻകര ഭൂവൽക്കം, വൻകര ഭൂവൽക്കം. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്തതാണ് അക്ഷാംശങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. ദെൻ അക്ഷാംശം എന്ന് പറഞ്ഞാൽ ഏതാ? അക്ഷാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കക്ഷം അഥവാ ലാറ്റിറ്റ്യൂഡ്, ഇങ്ങനെ പോണ വർക്കാണ്. ഇതിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. ദെൻ ധ്രുവങ്ങളെ ബന്ധിപ്പിക്കുന്ന വക്രരേഖകൾ, ധ്രുവങ്ങളെ ബന്ധിപ്പിക്കുന്ന വക്രരേഖകളാണ്. ആണോ? ധ്രുവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ഇതാണ് ഭൂമി എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ധ്രുവമുള്ളത്, അതായത് പോളുള്ളത്. ഈ പോളിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖകളാണോ അക്ഷാംശ രേഖകൾ? അല്ലല്ലോ, ഇങ്ങനെയുള്ള രേഖകളല്ല. ഭൂമധ്യ രേഖയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന രേഖകളല്ലടാ അക്ഷാംശം. സോ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ എന്താണ്? തെറ്റാണ്. സോ 18ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, അഥവാ കർവ്ഡ് ലൈൻസ് കണക്റ്റിംഗ് ബോത്ത് ദ പോൾസ്. രണ്ട് പോളിനെ കണക്ട് ചെയ്യുന്ന സാധനങ്ങളെ പറഞ്ഞ പേരാണ് അക്ഷാംശ രേഖ എന്നുള്ള ചോദ്യമാണ് തെറ്റായിട്ടുള്ളത്. സെറ്റാണ്. ദെൻ ബാക്കിയുള്ള വെറുതെ ഒന്ന് വായിച്ചു നോക്കാം. മധ്യരേഖക്ക് സമാന്തരമായ വരകൾ, അതായത് സർക്കിൾസ് പാരലൽ ടു ദ ഇക്വേറ്റർ. ഇക്വേറ്റർ എന്ന് പറഞ്ഞ സാധനം ഇതാണ് ഇക്വേറ്റർ. ഇനിയിപ്പോൾ കളറ് പ്രശ്നമുണ്ടോ? ഇതാണ് ഇക്വേറ്റർ. എടാ ഇക്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അതായത് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖക്ക് സമാന്തരമായിട്ടുള്ള വൃത്തങ്ങളെ പറഞ്ഞ പേരാണ്, അതായത് സർക്കിളിനെ പറഞ്ഞ പേര് തന്നെയാണ് എന്ത്? അക്ഷാംശം. നമ്മൾ പറഞ്ഞു നോക്കുക, അക്ഷം അക്ഷം ഇങ്ങനെ വരുന്ന സാധനം പറഞ്ഞല്ലോ. ദെൻ മധ്യരേഖക്ക് സമാന്തരമായിട്ട് വരുന്ന വൃത്തങ്ങളെ പറഞ്ഞ പേരാണ് എന്ത്? പറയും. അക്ഷാംശ രേഖകൾ. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക, മധ്യരേഖയാണ് ഇവയിൽ ഏറ്റവും നീളം കൂടിയത്. ആണല്ലോ, ഇതിൽ ഏറ്റവും നീളം കൂടിയ സാധനമാണ് ഈ നടുവത്തെ ചങ്ങായി. നടുവത്തെ കുഞ്ഞാമതിൻ്റെ പറഞ്ഞ പേരാണ് എന്ത്? ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയാണ് അക്ഷാംശ രേഖകളിൽ ഏറ്റവും വലിയ ആളല്ല, വലിയ വര. ഓക്കെയാണ്. ദെൻ അടുത്ത 90 ഡിഗ്രി അക്ഷാംശങ്ങൾ ധ്രുവങ്ങളാണ്. ആണല്ലോ, ഇങ്ങനെ വന്ന് 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 ഇവിടെ എത്തും, ഇവിടെ എത്തും, 90 ഡിഗ്രിയിലെത്തും. ഈ 90 ഡിഗ്രിയാണ് എന്ത്? പോൾസ് അഥവാ ധ്രുവങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെയാണ്, സെറ്റാണ്, പവറാണ്, പവറാണ്, പവറാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യമാണ് മക്കളെ, നിങ്ങൾ ഉദയസൂര്യനെ നോക്കി നിന്നാൽ, ഉദയസൂര്യനൊക്കെ കണ്ടിട്ട് അസ്തമയ സൂര്യൻ ആവുമ്പോഴെങ്കിലും നിങ്ങൾ നീക്കലുണ്ടോ എന്നറിയില്ല. ഉദയസൂര്യൻ എന്ന് പറഞ്ഞ ഒരാളൊക്കെ ഉണ്ടാവലുണ്ട്. ഈ കിഴക്കുന്ന് ഇങ്ങനെ വരും, കിഴക്ക് പൂക്കും. എന്നോട് പണ്ട് എളാപ്പ ഇനി മേലിൽ പാട്ട് പാടരുത് തന്നെ, ഏതൊരു സാഹസ് കയറി പാട്ട് പാടിയപ്പോൾ അതുകൊണ്ട് ഞാൻ ഇല്ല, പാട്ട് പാടുന്നില്ല. ദെൻ ഉദയസൂര്യനെ നോക്കി നിന്നാൽ എന്താ? നോക്കി നിൽക്കും എന്നല്ല, ബാക്കിയുണ്ട്. നിങ്ങളുടെ ഇടതുവശം ഏത് ദിശയിലായിരിക്കും? ഇഫ് യു ആർ ഫേസിംഗ് ദി റൈസിംഗ് സൺ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ടു ലെഫ്റ്റ് ഓഫ് യു? ചോദ്യം, ഉദയസൂര്യനെ നോക്കി നിന്നാൽ ഉദയസൂര്യൻ എവിടെ ഉണ്ടാവുക? പടിഞ്ഞാറല്ലേ? ആണോ? അപ്പോൾ പടിഞ്ഞാറാണ്. എന്ത് പടിഞ്ഞാറോടോ? കിഴക്കല്ലേ സൂര്യൻ ഉദിക്കല്? ആണല്ലോ. അപ്പോൾ കിഴക്കാണ് ആരുണ്ടാവല്? സൂര്യൻ ഉണ്ടാവില്ലേ? സൂര്യൻ രാവിലെ ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നു. നേരത്തെ പറഞ്ഞ മാതിരി വടക്ക്, പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക്. വാപ്പ അടുത്തേക്ക് തേക്കി വീണു, വാപ്പ തേക്കി. അപ്പോൾ നമ്മൾ കിഴക്ക് ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ആയിക്കോട്ടെ, നോക്കി. ഞാൻ അടുത്ത ചോദ്യം വായിക്കാം. നിങ്ങളുടെ ഇടതുവശം ഏത് ദിശയായിരിക്കും? ഇടതുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്തത് ഇതാണ്. ഞാൻ ബസ്സിന് കൈയാട്ടല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആണ്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് കൈയാട്ടാണ്. ദെൻ എൻ്റെ ഈ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഇതേതാടാ? ഇത് വടക്കാണ് അഥവാ നോർത്താണ്. ദെൻ ഇതിൻ്റെ ആൻസർ അപ്പോൾ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഥവാ 4 ആണ്. ഓക്കെ ആണ്. ഇതൊക്കെ മെൻ്റൽ എബിലിറ്റിയിൽ വരുന്ന സാധനം. പിന്നെ എന്തിനാണ് SS കൊടുത്തതെന്നൊന്നും ചോദിക്കണ്ട. അങ്ങനെയാണ്, SS വന്ന ചോദ്യമാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും കാട്ടാനില്ല. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നേരെ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്ത ചോദ്യമാണ് 20ാമത്തെ ചോദ്യം. ഭൂപടത്തിലെ തോത് എന്നാൽ? മക്കളെ, തോതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും. കാരണം എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ടോപ്പിക്കാണ് തോത്. അപ്പോൾ ഭൂപടത്തിലെ തോത് എന്നാൽ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തി. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടെ.
ഭൂപടത്തിലെ തോത് എന്നാൽ ദിശാസൂച ഇൻഡിക്കേറ്റേഴ്സ് ആണോ, ഭൂപട നിർമ്മാണ ഉപകരണങ്ങളാണോ, ഭൂപട ചിഹ്നങ്ങളാണോ, ഭൂപട ദൂരവും ഭൂമിയിലെ യഥാർത്ഥ ദൂരവും തമ്മിലുള്ള അനുപാതമാണോ? ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കി. കിട്ടിയോ? അതായത് ഭൂപട ദൂരവും ഭൂമിയിലെ യഥാർത്ഥ ദൂരവും തമ്മിലുള്ള അനുപാതമാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇടല്ലേ 1:1, 2, 3, 4 കുറച്ച് ഇപ്പുറത്തേക്ക് എഴുതണമല്ലേ. ആ 1:10, 100, 1000, 10,000, ലക്ഷം. നോർമലി ഭൂപടത്തിലെ തോത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:10, 10, 100, 1000, 10,000, ലക്ഷം. 1 ലക്ഷം ഉണ്ടാവില്ലേ? 1:1 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെന്റിമീറ്ററിന് 10 ലക്ഷം സെന്റിമീറ്റർ അല്ല, 1 ലക്ഷം സെന്റിമീറ്റർ എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ നമ്മളെ ഭൂപടത്തിലെ 1 സെന്റിമീറ്ററിന്, ഭൂപടം ഉണ്ടാവില്ല മാപ്പിലെ 1 സെന്റിമീറ്ററിന് ശരിക്കുള്ള ഭൂമിയിൽ 10 ലക്ഷം, പിന്നെയും 10 ലക്ഷം തന്നെ, 1 ലക്ഷം സെന്റിമീറ്റർ ആണ്. ഭൂപടത്തിൽ 1 സെന്റിമീറ്ററിന് നമ്മളെ ശരിക്കും ഭൂമിയിലെ 1 ലക്ഷം സെന്റിമീറ്റർ ആണ്. 1 ലക്ഷം സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ആണ്. അതുകൂടെ മനസ്സിലാക്കുക. 1 ലക്ഷം സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ആണ്. 1 ലക്ഷം സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ആണ്. 1 ലക്ഷം സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ ആണ്. ഓക്കെ ആണ്. ഇനി ഇതേ സാധനം നമുക്ക് പിന്നെ ഭാവിയിലല്ല കുറേ സാധനങ്ങൾ റിപ്പീറ്റ് കഴിഞ്ഞാൽ അപ്പുറത്ത് വരാനുണ്ട്. അതാണ് പറഞ്ഞത് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, 1 ലക്ഷം സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ആണ്. ഓക്കെ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താടാ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഭൂപട ദൂരവും ഭൂമിയിലെ യഥാർത്ഥ ദൂരവും തമ്മിലുള്ള അനുപാതം, അതായത് ആ റേഷ്യോ ആണ് എന്ത്? ഭൂപടത്തിലെ തോത്. ദെൻ അടുത്തതാണ് ഭൂപടത്തിലെ തോത്. 20ാമത്തെ ചോദ്യം, ഒരേ വർഷം 20ാമത്തെ ചോദ്യം തോതിനെ കുറിച്ച് വന്നു. 21ാമത്തെ ചോദ്യം എന്തിനെ വെച്ച് വന്നു? തോതിനെ കുറിച്ച് വന്നു. ഭൂപടത്തിലെ തോത് 1 സെന്റിമീറ്ററിന് 5 കിലോമീറ്റർ എന്നാണെങ്കിൽ 20 കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന 2 സ്ഥലങ്ങളുടെ ഭൂപട ദൂരം എത്ര ആണ്? അപ്പോൾ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ. ഇപ്പോൾ ശ്രദ്ധിക്കാം, 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോമീറ്ററാണ്? 10 കിലോമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോമീറ്ററാണ്? 15 കിലോമീറ്റർ ആവും. ദെൻ 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. അതായത് 1 സെന്റിമീറ്ററിന് 5 കിലോമീറ്റർ. അങ്ങനെയെങ്കിൽ 20 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4 സെന്റിമീറ്റർ. അത്രേ ഉള്ളൂ. ഓക്കെ ആണ്, സെറ്റാണ്, പവറാണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ഇത് മനസ്സിലായെന്നാണ് വിചാരിക്കണം. മനസ്സിലാവാത്തവർ എന്ത് ചെയ്യാം? നേരെ ഒരു 10, 20, 30 സെക്കൻഡ് ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യാം? കാണാം. അതായത് ചോദ്യം ഇതേമാതിരി റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഒന്നുപാട് കാണുന്നതാണ്. അതായത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്തതാണ് ഭൂമിയിലെ ഖരാവസ്ഥയിലുള്ള മണ്ഡലമാണ്. അതായത് സോളിഡ് പാർട്ട് ഓഫ് സർഫസ് ഓഫ് ദി എർത്ത് ഈസ് കോൾഡ്. എന്താണ് ആ കുഞ്ഞാമതിൻ്റെ പേര്? ബഹുമാനപ്പെട്ട കുട്ടികളെ, ഇതിൻ്റെ പേരാണ് ശിലാമണ്ഡലം. ഭൂമിയിലെ ഖരാവസ്ഥയിലുള്ള മണ്ഡലമാണ് ശിലാമണ്ഡലം. അതായത് സോളിഡ് പാർട്ട് ഓഫ് സർഫസ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ ലിത്തോസ്ഫിയർ ആണ്. അതിൻ്റെ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭൂമിയുടെ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, 3 ലെയറാണുള്ളത്: ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. ഈ ഭൂവൽക്കവും മാൻഡിലിന്റെ മുകൾ ഭാഗവും ചേർന്ന ഒരു ഭാഗത്തിന് പറഞ്ഞ പേരാണ് എന്ത്? ലിത്തോസ്ഫിയർ. അഥവാ എന്താ നോക്കി ആണ് നോക്കുന്ന അതെ ശിലാമണ്ഡലം. അപ്പോൾ ശിലാമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാധനം മനസ്സിലായല്ലോ. ഭൂവൽക്കവും മാൻഡിലിന്റെ മുകൾ പാളിയും ചേർന്ന സാധനമാണ് എന്ത്? ശിലാമണ്ഡലം. ഓക്കെ ആണ്, സെറ്റാണ്, പവറാണ്. ഓക്കെ അല്ലേ? അതായത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്തതാണ് മക്കളെ, അടുത്തതാണ് എല്ലാ കുട്ടികൾക്കും നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്?
അത് 21A ആണ്. 21A ആണ്. എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് എന്ന് പറയുന്നത് 21A ആണ്. ഓക്കെ ആണ്, സെറ്റാണ്, പവറാണ്. ഇതൊന്നും പഠിച്ചെടുക്കാൻ കോഡിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതിനൊക്കെ കോഡുണ്ട്. പക്ഷേ ഇതുപോലും പഠിക്കാത്ത ഒരാൾ NMS എഴുതിയിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലും പഠിക്കാൻ കഴിവില്ലാത്ത ഒരാൾ NMS എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇതിനൊക്കെ കോഡുണ്ട്. പക്ഷേ ഇതിനൊന്നും കോഡ് പറഞ്ഞാൽ എനിക്ക് നാണമാണ് സത്യം പറഞ്ഞാൽ. നാട് പഠിക്കാൻ എന്താപ്പോ. ദെൻ അടുത്തതാണ്, ഇന്ത്യൻ പാർലമെന്റിലെ 2 സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി കാലയളവ് എത്ര? ഇന്ത്യൻ പാർലമെന്റിൽ ഇങ്ങനെ അടി നടക്കലുണ്ടല്ലോ, അല്ല അടിയല്ല, ഇങ്ങനെ സമ്മേളനം നടക്കലുണ്ടല്ലോ. സമ്മേളനം എന്ന് പറയാന്നുണ്ടെങ്കിലും നമ്മൾ അടിയാ കാണുള്ളൂ. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കലുണ്ടല്ലോ. അതിങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ അറിയലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അറിയുമ്പോൾ ഈ സമ്മേളനങ്ങൾക്കിടയിൽ എത്ര കാലാവധിയാണുള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിന്റെ ആൻസർ, അതായത് 2 സെഷന് തമ്മിൽ മാക്സിമം 6 മാസേ പാടുള്ളൂ. അത് സാധനമുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ സമ്മേളനം നടക്കുമ്പോൾ 6 മാസേ ഏറ്റവും മാക്സിമം എന്ത് പാടുള്ളൂ, അതിൻ്റെ ഗ്യാപ്പ് പാടുള്ളൂ. 6 മാസത്തിനുള്ളിൽ നിർബന്ധമായിട്ട് ഇന്ത്യൻ പാർലമെന്റ് എന്ത് ചെയ്യണം, സമ്മേളിച്ചിരിക്കണം. ഓക്കെയാണ്. ആ ഒരു സാധനം എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിൽ വെക്കാം. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്തതാണ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നായിരുന്നു? The date on which the Constituent Assembly of India approved the Constitution. നവംബർ 26, 1949, ജനുവരി 26, 1950, ഓഗസ്റ്റ് 15, 1947, വാവ്, നവംബർ 26, 1950. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കും, നവംബർ 26, 1949 ആണ് ഓപ്ഷൻ എയിൽ തന്നത്. അപ്പോൾ നവംബർ 26 അറിയാം, പക്ഷെ 1949 ആണോ അതോ 50 ആണോ ഇങ്ങനെ ആലോചിക്കും. റിപ്പബ്ലിക് കിട്ടിയത് 1950 പിന്നെ ഓപ്ഷൻ എയിൽ എന്തായാലും 49 ആയതുകൊണ്ട് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ ഒറ്റ കുത്താണ്ട് കുത്തും. പൊതുവെ നോർമലി ചിന്തിക്കുന്ന ഒരാൾ അങ്ങനെ ആലോചിക്കും. പക്ഷേ മക്കളെ ഒന്ന് ആലോചിക്കുക, ജനുവരി 26 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. അതിൻ്റെ തലേ വർഷമാണ് ഭരണഘടന ഈ സാധനത്തിന് കോൺസ്റ്റിറ്റ്യൂഷന് അംഗീകാരം കൊടുക്കുന്നത്. ഓക്കെ, തലേ വർഷം അംഗീകാരം കൊടുക്കുന്നു എന്ന് വെച്ചാൽ 1949 നവംബർ 26 അംഗീകാരം നൽകുകയും 2 മാസത്തിന് ശേഷം 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുകയും ചെയ്യുന്നു. ഓക്കെ ആണ്, സെറ്റാണ്, ഇനി മറക്കൂലല്ലോ. അപ്പോൾ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന് അംഗീകാരം നൽകിയത്. ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ നവംബർ 26 ഇന്ത്യയിലെ നിയമദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കാൻ. അഥവാ ചോദിച്ചാലോ, അഥവാ ബിരിയാണി കിട്ടിയാലോ, ഏത് അതന്നെ മനസ്സിലായെന്ന് വിചാരിക്കണു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം മക്കളെ. പ്രിയപ്പെട്ട മക്കളെ, ചുവടെ ചേർന്നിരിക്കുന്നതിൽ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതെല്ലാം? ഇത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഏതെല്ലാം രാജ്യങ്ങളാണ് ഈ തന്നതിൽ ഉള്ളത്? എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയുണ്ട്? ന്യൂസിലൻഡ് ഉണ്ട്, ദക്ഷിണാഫ്രിക്ക ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്. എടാ, ഇതിനകത്ത് ദക്ഷിണാഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും മാത്രമേ എന്തുള്ളൂ, ഈ തന്നതിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ. ന്യൂസിലൻഡിലും ബ്രിട്ടനിലും ഇല്ല. ഓക്കെയാണ്. ദെൻ ബ്രിട്ടനും പോയി, ന്യൂസിലാൻഡും പോയി, പൊട്ടനും പോയി, ചട്ടനും പോയി, എലിസ. പൊട്ടനും പോയി, ചട്ടനും പോയി, എലിസ. അത് കൊള്ളാലോ പരിപാടി. ദെൻ 2, 3 വരുന്നത് ആരൊക്കെയാടാ? ഓപ്ഷൻ ബി ആണ് 2, 3. അതായത് ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലുമാണ് എന്ത് ഉള്ളത്? ലിഖിത ഭരണഘടന ഉള്ളത്. ന്യൂസിലാൻഡിലും ബ്രിട്ടനിലും റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അവിടെ നിയമങ്ങളും മറ്റേ ഫയലുകളൊക്കെ ആയിട്ടാണ് ഈ പാരമ്പര്യമായിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന നിയമങ്ങളൊക്കെയാണ് ഉള്ളത്. പുസ്തക രൂപത്തിലായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. ദെൻ അടുത്തതാണ്, പ്രസിഡൻഷ്യൽ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യം.
നമ്മൾ പ്രസിഡൻഷ്യൽ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിനെ നേരിട്ട് എന്ത് ചെയ്യുന്നു, എലക്ട് ചെയ്യുന്നു. ഇതിൽ അങ്ങനെ എലക്ട് ചെയ്യുന്ന രാജ്യം ഏതാ? അമേരിക്കൻ ഐക്യ നാടുകളാണ്, എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഓക്കെ ആണ്, സെറ്റാണല്ലോ, പവറാണല്ലോ. ദെൻ ഡൊണാൾഡ് ട്രംപോ നമ്മൾ മോദിജിന്റെ വർത്തമാനത്തിലാണെങ്കിൽ മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞില്ലേ? അതെ, മൂപ്പരനെ. അപ്പോൾ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്, അറിയാലോ. അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിലാണ് പ്രസിഡൻഷ്യൽ ജനാധിപത്യം ഉള്ളത്, എന്ന് വെച്ചാൽ പ്രസിഡൻഷ്യൽ ഡെമോക്രസി ഉള്ളത്. ഓക്കെയാണ്, സെറ്റാണ്, പവറാണ്. അങ്ങനെയെങ്കിൽ എന്താ, അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്തതാണ് പ്രിയപ്പെട്ട മക്കളെ ചോദ്യം, പെർമനന്റ് എക്സിക്യൂട്ടീവിന് ഉദാഹരണം. ആരാണ് ഈ തന്നതിൽ പെർമനന്റ് എക്സിക്യൂട്ടീവ്? പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള എക്സിക്യൂട്ടീവ്. മന്ത്രിമാര് സ്ഥിരമായിട്ടുള്ള എക്സിക്യൂട്ടീവ് ആണോ? അല്ലല്ലോ. 5 കൊല്ലം കഴിഞ്ഞാൽ ഒരൊറ്റ തട്ടിട്ടുള്ളൂ വെട്ടിച്ചിട്ട് ഇത് കാല് പൊക്കാൻ പറ്റില്ല. അത് കാല് പൊക്കിയാലും കാണൂല. ഞാൻ അഥവാ പാൻറ് കീറിയെന്നുണ്ടെങ്കിൽ വേറെ സീനായി മാറും. അപ്പോൾ സ്ഥിരം എക്സിക്യൂട്ടീവ് ആരില്ല? മന്ത്രിമാരില്ല. പ്രധാനമന്ത്രി 5 വർഷമല്ലേ ഉള്ളൂ. ദെൻ അതുമല്ല. പിന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണോ? മൂപ്പരുമല്ല, മൂപ്പർക്കും കാലാവധി ഉണ്ട്. അത് നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ദെൻ ആരാണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ്. PSC എഴുതിയ ഒരാൾ കയറുന്നു, അല്ലെങ്കിൽ UPSC എഴുതിയ ഒരാൾ കയറുന്നു, സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ ഡിപ്പാർട്ട്മെന്റുകളിലോ ഒരാൾ ജോലിക്ക് കയറുന്നു. അയാൾക്ക് പിന്നെ പെൻഷൻ ആവുന്നത് വരെ എന്ത് ചെയ്യാം? കണ്ടിന്യൂസ് ആയിട്ട് ആ ജോലി സെക്യൂർഡായിട്ട് നിൽക്കാം. അപ്പോൾ സ്ഥിരം എക്സിക്യൂട്ടീവിന് ഉദാഹരണം ഈ തന്നിട്ടുള്ളതിൽ ഉദ്യോഗസ്ഥ വൃന്ദമാണ്. നമ്മുടെ കളക്ടർമാരാവട്ടെ, നമ്മുടെ മറ്റേ PSC എഴുതി കയറുന്ന അധ്യാപകരാവട്ടെ, ഇവരൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? സ്ഥിരം എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്, ബ്യൂറോക്രസിയുടെ ഭാഗമാണ്, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഭാഗമാണ്. ഓക്കെയാണ്, സെറ്റാണ്, പവറാണ്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്തതാണ് ഇന്ത്യയുടെ പ്രഥമ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ പ്രഥമ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു HJ കെനിയ. ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈസ് HJ കെനിയ. അത് ജസ്റ്റ് ഓർത്ത് വെക്കാനേ, നമ്മൾ അതങ്ങനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ പോലും ഇന്ത്യയിൽ അന്ന് ഇന്ത്യക്കാരായിട്ടുള്ള ചീഫ് ജസ്റ്റിസുമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കെനിയക്കാരനെ കൊടുന്ന് ചീഫ് ജസ്റ്റിസ് ആക്കി എന്ന് ആലോചിച്ച് വെക്കാം. ജസ്റ്റ് ആലോചിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്, ശരിക്കും അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ചീഫ് ജസ്റ്റിസ് അന്ന് അന്ധകാലത്തല്ലേ, പ്രഥമം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആണല്ലോ. അപ്പോൾ അന്ധകാലത്ത് ഇന്ത്യയിൽ ചീഫ് ജസ്റ്റിസ് ഇല്ലാത്തതുകൊണ്ട് കെനിയക്കാരനായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്തു? ചീഫ് ജസ്റ്റിസ് ആക്കി എന്നെന്ത് ചെയ്യാം? ആലോചിച്ച് വെക്കുക. ജസ്റ്റ് ആലോചിച്ച് വെക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ എന്തെല്ലാം അങ്ങനെ ആലോചിച്ച് വെക്കണം, എന്തെല്ലാം കാര്യമില്ലാതെ. അപ്പോൾ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യാം? ഇതും കൂടെ ചേർത്ത് ആഡ് ചെയ്യാം. പ്രഥമ ചീഫ് ജസ്റ്റിസ് ആരാണ്? HJ കെനിയയാണ്. കെനിയ. ഓക്കെ, സെറ്റാണല്ലോ. ദെൻ അടുത്ത ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. Amendment, Constitution Amendment made in India by which the right to property was deleted from the fundamental rights. മൗലിക അവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശത്തിനെ കുത്തിയൊഴിവാക്കിയ, സ്വത്തവകാശത്തിനെ ഇല്ലാതാക്കിയ, സ്വത്തവകാശത്തിനെ പുറത്താക്കിയ ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് ചോദ്യം. ഒന്നുമില്ല, നമ്മളെ 44. ഏതാണ്? ഓപ്ഷൻ B ആണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ 44-ാം ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്തത്? സ്വത്തവകാശത്തെ ഭരണഘടനയിൽ നിന്ന് മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. നിലവിൽ അത് ഇന്ത്യയിലെ എന്താണ്? ഒരു നിയമാവകാശമാണ്. ആർട്ടിക്കിൾ 307 കൊണ്ട് ചേർത്തതാണ്. അടുത്തതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ എമർജൻസി ഏത്? ഫൈനാൻഷ്യൽ എമർജൻസി, എമർജൻസി എന്നുള്ളത് തന്നെ കിട്ടും. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല തോന്നുന്നുണ്ടല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഞാൻ അഥവാ വന്നാലോ എമർജൻസി നമ്മളെ ഈ തിരിച്ചിട്ടാൽ എന്തായി? 3ആയല്ലോ, ആയി. ദെൻ പിന്നെ അടുത്ത് എമർ എന്ന് പറയുമ്പോൾ തന്നെ 6 ഉണ്ടല്ലോ, 6 ഉണ്ട്. എമർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 6ന്റെ ടച്ചാൽ വരുന്നുണ്ടല്ലോ, ഉണ്ട്. പിന്നെ അടുത്തതാണ് ജെൻസി. ഈ വയസ്സന്മാരൊക്കെ തന്തവൈബിളുള്ള ടീംസൊക്കെ പറയും ജെൻസി പിള്ളേർ ഒന്നിനും കൊള്ളൂല, അവരെല്ലാം വെറും സീറോകളാണെന്നൊക്കെ പറയില്ലേ? അപ്പോൾ വെറും സീറോകളായതുകൊണ്ട് ജെൻസി 0. സോ
ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഈസ് 360 360. ഓക്കെ ആണ്, സെറ്റാണ്, കേറിയല്ലോ, കേറിയില്ലേ? അടുത്തതാണ്, ഇതെന്തോ വലിയ സാധനമാണെന്നൊന്നും വിചാരിക്കണ്ട, ചെറിയ ഭാഗമേ ഉള്ളൂ ഇത്, അത്രക്കൊന്നും അധികം ഇല്ല, ചെറിയ പോർഷനേ ഉള്ളൂ എന്ത് ഈ ഭാഗം വരുന്നത്. ഒരു യഥാർത്ഥ പോരാട്ടം ഇല്ലാതെയാണ് ബ്രിട്ടീഷുകാർ പ്ലാസി യുദ്ധം ജയിച്ചത്. ദി ബ്രിട്ടീഷ് വോൺ ദി ബാറ്റിൽ ഓഫ് പ്ലാസി വിത്തൗട്ട് എനി റിയൽ ഫൈറ്റ്. നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ? അത് മാത്രമേ ഇക്കാറുണ്ടുള്ളൂ. അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ? ഒന്നാലോചിച്ച് നോക്കി. ശരിക്കും നല്ലൊരു യുദ്ധം നടന്നോ? ഇല്ല. നമ്മളെ സിറാജു ദൗള ആയിരുന്നല്ലോ അപ്പത്തെ ഭരണാധികാരി പ്ലാസിയിലെ. സിറാജു ദൗളയിലെ സൈന്യാധിപനായിരുന്ന മിർ ജാഫർ എന്ന് പറഞ്ഞ ചങ്ങായി ഉണ്ടായിരുന്നു. മൂപ്പര് ആരെ ചാമ്പി? ആരാൽ ചാമ്പപ്പെട്ടു? മിർ ജാഫറാൽ ആര് ചാമ്പപ്പെട്ടു? സിറാജു ദൗള ചാമ്പപ്പെട്ടു. മൂപ്പരെ സൈന്യാധിപൻ ചെറുതായിട്ടൊന്നും ഒറ്റി, വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ മിർ ജാഫർ എന്ന് പറഞ്ഞ ചങ്ങായി ബ്രിട്ടീഷുകാരുടെ അടുത്ത് പോകുന്നു. ബ്രിട്ടീഷുകാരുടെ അടുത്ത് പറയുന്നു, ബ്രിട്ടീഷുകാർ ഇയാളെ സമീപിക്കുന്നു, നിങ്ങൾ നമ്മളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സൈന്യാധിപനാക്കുക, മാത്രമല്ല കുറേ പാരിതോഷികം തരാന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഈ മറ്റേ പൊലിവായിട്ട് ആണ്ട് മാറി. അങ്ങനെ ലാസ്റ്റ് ഇയാൾ അങ്ങോട്ട് ചാമ്പി. മിർ ജാഫർ എന്ന് പറഞ്ഞ ചങ്ങായി തൻ്റെ രാജാവായ സിറാജ് ദൗളയെ ചാമ്പി. അങ്ങനെ എന്തായി മാറി? എന്താടാ യുദ്ധം? വലിയൊരു യുദ്ധമില്ലാതെ ആര് ജയിക്കണം? അതിൽ ബ്രിട്ടീഷുകാർ ജയിക്കണം. ദെൻ രണ്ടാമത്തേതാണ് ദി ബാറ്റിൽ ഓഫ് പ്ലാസി ഗേവ് ദ ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഫുട്ട് ഹോൾഡ് ഇൻ ബംഗാൾ. ബംഗാളിലെ ബ്രിട്ടീഷുകാരുടെ ചുവടുറപ്പിന് സഹായകമായത് പ്ലാസി യുദ്ധമാണ്. അത് പിന്നെ ഓൾറെഡി എല്ലാവർക്കും അറിയണമല്ലേ. അതായത് പ്ലാസി യുദ്ധത്തോടെയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ അരക്കെട്ടുറപ്പിച്ച് നിലത്ത് കുത്തുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 1-2 പ്രസ്താവനകൾ ശരിയാണ്. ദെൻ ഇതിൻ്റെ ശരിയായ വിശദീകരണമാണ് ഇത്. കാരണം എന്താ? 2ന്റെ ശരിയായ വിശദീകരണമാണ് 1. അല്ല, 1ന്റെ ശരിയായ വിശദീകരണമാണ് 2. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ പോരാട്ടം ഉണ്ടായിട്ടില്ല, അത് സത്യമാണ് ആണല്ലോ. ഇങ്ങനൊരു പോരാട്ടം ഉണ്ടാവാതെ ബ്രിട്ടീഷുകാർ കയറിയത് ആർക്ക്? ഇന്ത്യയിൽ ഇവരുടെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ അവരുടെ വരവിനെ ഒന്നുകൂടെ എന്ത് ചെയ്തു? ഒരു പവറാണ്ടാക്കി ആണല്ലോ. അപ്പോൾ അതിൻ്റെ ശരിയായ വിശദീകരണമാണല്ലോ. സെറ്റാണ്, പവറാണ്, ഓക്കെ ആണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ആരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ? ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ? ആരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ? അത് മറ്റാരുമല്ല, പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ. ഇവിടെ നമുക്ക് മറ്റേ മതസൗഹാർദ്ദം പിടിക്കുകയാണെങ്കിലേ ജസ്റ്റ് ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നുണ്ടല്ലോ, ദൈവം എന്നുള്ളത് നമ്മൾ ഈ ഹന്നാനേ മന്നാനേ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. ഹന്നാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവം പരമായിട്ടുള്ള ഒരു വാക്കാണ് എന്ന് സങ്കല്പിക്കാം. അങ്ങനത്തെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹന്നാൻ എന്നുള്ളത് ദൈവമായിട്ട് എന്ത് ചെയ്യാം? സങ്കല്പിക്കാം. സോ പ്രത്യക്ഷ രക്ഷ ദൈവസഭ പൊയ്കയിൽ യോഹന്നാനാണ്. ഈ പൊയ്കയിൽ യോഹന്നാന് കുറേ പേരുകളുണ്ട്. ഒന്ന് പൊയ്കയിൽ അപ്പച്ചൻ മൂപ്പരാണ്, കുമാര ഗുരുദേവൻ മൂപ്പരാണ്. എന്തായാലും ഞാൻ തന്നെ ദൈവം, ഞാൻ തന്നെ ദേവൻ. സോ പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ ആണ്. ഓക്കെ ആണ്. ദെൻ മക്കളെ അടുത്തതാണ് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. റിപ്പീറ്റ്. ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നുണ്ടോ? ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാ? ഡൽഹൌസി പ്രഭു ആണല്ലോ. ഡൽഹൌസി പ്രഭു ആണോ? ദത്തെടുത്തിട്ട് കുട്ടികളെ എങ്ങോട്ട് കൊണ്ടാവും? ഹൗസിക്ക് കൊണ്ടാവുമല്ലോ. ഒരേ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നുണ്ടോ? ഇത് 2ാമത്തെ ചോദ്യപേപ്പർ നമ്മൾ ആയതുള്ളൂ. ഇനി 10 ചോദ്യപേപ്പറുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് തിരിയും, ശരിക്കും അങ്ങോട്ട് തിരിയും. എത്രത്തോളം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഏതൊക്കെ ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഏതൊക്കെ പോർഷനാണ് ഇമ്പോർട്ടൻറ്റ്, എന്തൊക്കെയാണ് അടുത്ത NMOSന് ചോദിക്കുക, ഏതൊക്കെ ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെ ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് വരിക എന്നുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിയും. 48,000 രൂപ കയ്യിൽ അങ്ങോട്ട് വരും. അത്രേ പറയാനുള്ളൂ. വീഡിയോ ഫുള്ളായിട്ട് എന്ത് ചെയ്യാം? ഫുള്ളായിട്ട് കാണാം. ഓക്കെ. എന്തായാലും
ഉറപ്പായിട്ട് ഈ പറഞ്ഞു പോണ കുറേ ചോദ്യങ്ങൾ നിങ്ങൾ NMMSന്റെ സാറ്റിന്റെ പരീക്ഷയ്ക്ക് SSC എഴുതുമ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഞാൻ പറഞ്ഞ വാക്ക്. അടുത്തതാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്, ഡ്രെയിൻ തിയറി. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ടേ എല്ലാം കട്ടെടുത്തുണ്ടാവാന്ന് പറഞ്ഞ ചങ്ങായാരാ. ഇവിടെ ഓരോ പോക്കറ്റ് വീർപ്പിക്കലാണ്, നമ്മളെ ചാമ്പലാണ് എന്ന് പറഞ്ഞ ചങ്ങായാരാ. ആരാടോ? മൂപ്പരെ പേരാണ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി. അത് പിന്നെ എല്ലാവർക്കും അറിയണല്ലേ, അതിന് കോഡും കാര്യമൊന്നും വേണ്ടല്ലോ, വേണ്ടെന്നാണ് വിചാരിക്കണത്. അപ്പോ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച മഹാമനീഷ്യന്റെ പേരാണ് മക്കളെ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി, ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം, ബ്രെയിൻ തിയറി. ഓക്കെ ആണ്, സെറ്റാണ്, പവറാണ്. അടുത്തത് വലിയൊരു ചോദ്യമാണ്, പക്ഷേ സാധനം സിമ്പിളാ. ചോദ്യം വായിച്ചു നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് പോകും തോറും വസ്തുക്കളുടെ താപനിലയും സാന്ദ്രതയിലും എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ഭൂമി എന്നൊരു തുളച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവാം. അങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറിനും ഡെൻസിറ്റിക്കും എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. ഒന്നുമില്ല, ഒന്നും സംഭവിക്കുന്നതല്ല. ചെറിയ സാധനമാണ്, ഉള്ളിലേക്ക് പോകും തോറും ചൂട് കൂടുമല്ലോ, അത് നിങ്ങൾക്കറിയാം. അതിൻ്റെ കൂടെ ഡെൻസിറ്റിയും പാടെ കൂടുന്നാണ് പഠിച്ചു വെക്കാം. അത്രേ ഉള്ളൂ. ഉള്ളിലേക്ക് പോകുമ്പോൾ ചൂട് കൂടുന്നതിൻ്റെ കൂടെ ഡെൻസിറ്റിയും കൂടുന്നു. അപ്പോൾ ഡെൻസിറ്റി കൂടുന്നു, ചൂട് കൂടുന്നു, സാന്ദ്രത കൂടുന്നു, താപനില കൂടുന്നു. ഏതാണ് ഓപ്ഷൻ? താപനില കൂടുന്നു, താപനിലയും സാന്ദ്രതയും കൂടുന്നു. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. കിട്ടിയല്ലോ, സെറ്റാണ്, പവറാണ്, ഓക്കെ ആണ്. കിട്ടിയല്ലോ, കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്ത ചോദ്യമാണ് മക്കളെ, വൻകര ഭൂവൽക്കം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വൻകര ഭൂവൽക്കം എവിടെ കേട്ട പരിചയമുണ്ടല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വൻകര ഭൂവൽക്കത്തിന്റെ മറ്റു പേരാണ് സിയാല്. വൻകര ഭൂവൽക്കം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എടാ സിയാലല്ലേ? സിലിക്കൺ, അലുമിനിയം, സിയാൽ. സിലിക്കണും അലുമിനിയം ചേർന്ന സിയാല് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അങ്ങനല്ല, വൻകര ഭൂവൽക്കം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സിയാല് കൊണ്ടാണ്. സിലിക്കണും അലുമിനിയവും വൻകര ഭൂവൽക്കത്തിന്റെ മറ്റു പേരാണ് സിയാല്. ഓക്കെ ആണ്. അപ്പോൾ ഈ സിയാല് ആൻസർ വരുന്നത് സിലിക്കൺ, മഗ്നീഷ്യം. ഓപ്ഷൻ എ തെറ്റ്. സിലിക്കൺ, അലുമിനിയം. രണ്ടാമത്തെ സിലിക്കൺ, അലുമിനിയം എന്നിവ ഉൾപ്പെട്ട ഭാരിച്ച പദാർത്ഥങ്ങളുണ്ട്, ഭാരം കുറഞ്ഞ പദാർത്ഥങ്ങളുണ്ട് അല്ലേ? ഈ ഭൂവൽക്കം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭാരം കുറഞ്ഞ പദാർത്ഥങ്ങൾ കൊണ്ടാണ്. നമ്മളെ ഭൂമിൻ്റെ ഉള്ളിലുള്ള റോക്കിനെക്കായും ഉള്ളിലുള്ള സാധനങ്ങളെക്കായും കട്ടി കുറവാണല്ലോ മേലുള്ളത്, അത്രയ്ക്കേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഭാരം കുറഞ്ഞ പദാർത്ഥങ്ങളെ കൊണ്ടാണ്, സിലിക്കൺ, അലുമിനിയം എന്നിവ ഉൾപ്പെട്ട ഭാരം കുറഞ്ഞ പദാർത്ഥങ്ങളെ കൊണ്ടാണ്, ലൈറ്റർ മെറ്റീരിയൽസിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? വൻകര ഭൂവൽക്കം ഉണ്ടാക്കിയിട്ട് ഉള്ളത്. അപ്പോൾ വൻകര ഭൂവൽക്കം ഉണ്ടാക്കിയിട്ടുള്ളത് ഭാരം കുറഞ്ഞ സിലിക്കണും അലുമിനിയവും ചേർന്നുള്ള സംയുക്തം കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? വൻകര ഭൂവൽക്കം. ഓക്കെ ആണ്, സെറ്റാണ്, പവറാണ്. അപ്പോൾ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുമായിട്ടാ? സിയാല് കൊണ്ടാ, സിലിക്കൺ, അലുമിനിയം. ഓക്കെ ആണ്, സെറ്റാണ്, സെറ്റല്ലേ? സെറ്റാണ്, പവറാണ്, സെറ്റാണ്, പവറാണ്, എല്ലാത്തിനും അങ്ങനെ. ഇതിപ്പോൾ എന്താ വേറെ എന്താ പറയാ? മനസ്സിലായല്ലേ? അങ്ങനെ പറയും, മനസ്സിലായല്ലേ? ഓക്കെ ആണ്. പിന്നെ ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം നോക്കാം. അടുത്തതാണ്, ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ആയിക്കോട്ടെ, വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ സഹായകമാകുന്നത് ഏത് രീതിയിൽ ഉൾപ്പെടുന്ന തോത് ആണ്? തോതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്നൊരു ചോദ്യം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം, പഠിച്ചേ പറ്റൂ. ഓക്കെ ആണ്. അപ്പോൾ ഐഡന്റിഫൈ ദി മെത്തഡ് ഓഫ് റെപ്രസെന്റിംഗ് മാപ്പ് സ്കെയിൽ ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ വൈൽ എൻലാർജിങ് ആൻഡ് റെഡ്യൂസിങ് മാപ്പ്. ഇത് ഇത്രയൊക്കെ ഉള്ളൂ, രേഖാരീതി. അതാണ് എൻ്റെ ആൻസർ. അപ്പോൾ രേഖാരീതി എന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ സ്കെയിലാണ്. ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനം രേഖാരീതിയാണ്. അത്രമാത്രം മനസ്സിലാക്കുക. അത് മനസ്സിലായില്ലേ? മനസ്സിലായി. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്തതാണ്
ഭൂപടങ്ങളിൽ ചുവന്ന വരകൾ സൂചിപ്പിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് 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 ഇമ്പോർട്ടൻ്റ്. ഇത് 100 വട്ടം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ 100 വട്ടം ഞാൻ പറയും. കാരണം എല്ലാ ചോദ്യ പേപ്പറിലും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഇത്. ഭൂപടങ്ങളിൽ ലൈൻസ് മറ്റേ സാധനങ്ങളൊക്കെ അല്ലേടാ, റോഡിൻ്റെ കളർ എന്ത്, വീടിൻ്റെ കളർ എന്ത്, പിന്നെ സസ്യജാലങ്ങളുടെ കളർ എന്ത്, വൈദ്യുത ലൈൻ്റെ കളർ എന്ത്, കോണ്ടൂർ രേഖകളുടെ കളർ എന്ത്, ഇതൊക്കെ സെറ്റായി പഠിക്കണം പഠിക്കണം പഠിക്കണം. പഠിച്ചേ പറ്റൂ. ഓക്കെയാണ്. അപ്പോൾ റെഡ് ലൈൻസ് സൂചിപ്പിക്കുന്നത് എന്തിനാണ്? റോഡിനെയാണ്. അത് അങ്ങനെ തന്നെ പഠിക്കുക. ചുവന്ന റോഡ്. അപ്പോൾ ഭൂപടങ്ങളിൽ ചുവന്ന വരകൾ സൂചിപ്പിക്കുന്നത് ചുവന്ന റോഡ്. ഇത് ഇങ്ങനെ കുത്തി വരഞ്ഞത് മറക്കരുതേ. ചുവന്ന റോഡിനെ സൂചിപ്പിക്കാനാണ്. ഇത് റോഡായിട്ട് സങ്കല്പിക്കുക. ചുവന്ന റോഡ്. ഈ ചുവന്ന റോഡിലൊരു ചുവന്ന വീട്. അപ്പോൾ റോഡും വീടും എന്താണ്? ചുവപ്പാണ്. അപ്പോൾ റോഡിൻ്റെയും വീടിൻ്റെയും കളർ എന്താണ്? ചുവപ്പാണ്. പഠിച്ചേക്കാം. റോഡ്, വീട്, ചുവപ്പ്. ഇത് വീടാട്ടോ. ഇത് വേറെ ഒന്നായിട്ട് സങ്കല്പിക്കല്. വീട്. അതെ, വീട് പോക്കോലും കൊടുക്കാം നമുക്ക്. ഇത് വീടാണ്, വേറെ ഒന്നല്ല. വീട്. ഇവിടെ ഒരു ഇങ്ങനെ ഉണ്ടാവില്ലേ, ഇപ്പോൾ വീടായി. അപ്പോൾ ചുവന്ന വീട്, ചുവന്ന റോഡ്. വീടും റോഡും ചുവപ്പാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. ഒന്നാണ് പച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗിൻ്റെ കളറാണ്, എല്ലാവർക്കും അറിയാലോ. നമ്മൾ സസ്യങ്ങളുടെ കളർ എന്താ? പച്ചയാണ്. ലോകത്തുള്ള ഭൂരിഭാഗ സസ്യങ്ങളുടെ, നൈസർഗിക സസ്യജാലങ്ങളുടെയും അഥവാ നാച്ചുറൽ വെജിറ്റേഷൻ്റെയും കളർ എന്താടാ? പച്ചയാണല്ലോ. മറക്കൂലല്ലോ, സെറ്റാണല്ലോ, ഓക്കെ ആണ്. ദെൻ അടുത്തതാണ് യെല്ലോ, മഞ്ഞ കൃഷിയിടങ്ങൾ. നമ്മളെ നെല്ലൊക്കെ ഇങ്ങനെ കതിർ വീട് നിൽക്കുമ്പോൾ, നെൽക്കതിർ പൂക്കുമ്പോഴാണ് എന്തൊക്കെ പാട്ടൊക്കെ ഉണ്ടല്ലോ. ഞാൻ പാട്ട് പാടരുതെന്ന് പറഞ്ഞു. അപ്പോൾ നെല്ലിങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ എന്താണ്? ഒരു മഞ്ഞ കളർ ഉണ്ടാവില്ലേ, യെല്ലോയിഷ് ആയിട്ടുള്ള, വാമായിട്ടുള്ള, ഭയങ്കര രസമായിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ. ആ സീനറി മനസ്സിൽ അങ്ങനെ വെക്കുക, കയറ്റി വെക്കുക, ഫിക്സ് ചെയ്ത് അവിടെ വെക്കുക. ആ ഒരു മഞ്ഞ കളറിലുള്ള പാടത്തിന് എന്ത് ചെയ്യാം? ആലോചിക്കുക. ഈ നെല്ലിങ്ങനെ വിടർന്ന് നിൽക്കണം. കാരണം കൃഷിയിടങ്ങളുടെ കളർ എന്താ? കൃഷിയിടങ്ങളുടെ കളറാണ് യെല്ലോ, മഞ്ഞ. അതന്നെ, അത്രേ ഉള്ളൂ. ദെൻ ചുവപ്പ്. ചുവന്ന വീട്, ചുവന്ന റോഡ്. ചുവപ്പ് പാർപ്പിടങ്ങളുണ്ട്, റോഡുകളുണ്ട്. ഹാബിറ്റേറ്റ്സും റോഡ്സും എന്താണ്? ചുവപ്പാണ്. ദെൻ അടുത്തതാണ് ബ്ലാക്ക് കുറേ ഉണ്ട്. ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഒന്ന് തീവണ്ടിപ്പാത. ദെൻ രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈനുകൾ. ഇതൊക്കെ എന്താണ്? ബ്ലാക്ക് ആണ്, കറുപ്പാണ്. അപ്പോൾ കറുപ്പുള്ള ഏതൊക്കെയാണ്? ഒന്ന് പറയും. ഒന്ന് തീവണ്ടിപ്പാത, മറ്റൊന്ന് അക്ഷാംശരേഖ, രേഖാംശരേഖ, ടെലിഫോൺ ലൈൻ. ഇതൊക്കെ എന്താണ്? ബ്ലാക്ക് ആണ്, കറുപ്പാണ്, സെറ്റാണ്, പവറാണ്, ഓക്കെ ആണ് അല്ലേ? ദെൻ നീല പിന്നെ ജലാശയങ്ങളാണെന്നുള്ളത് നോർമൽ മൈൻഡിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും? കിട്ടും. ദെൻ അടുത്തതാണ് തവിട്ട് അല്ല, തവിട്ട്. ഞാൻ മലപ്പുറമാണ്. തവിട്ട് സാധനം ഉണ്ടല്ലോ, എന്താ ചെയ്യാം. അപ്പോൾ തവിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാറക്കൂട്ടങ്ങൾ. ഈ പാറല്ലേ, പാറ വലിയ പാറ, കുന്നുപോലെ നിൽക്കണം. അപ്പോൾ ഈ പാറൻ്റെ കളർ എന്താണ്? തവിട്ടാണ്. ദെൻ മണൽക്കൂണ. ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒന്ന് പാറ, മറ്റേത് മണൽക്കൂന. പിന്നെ അടുത്തതാണ് കുന്നുകൾ. അപ്പം കുന്നുകൾ, പാറക്കൂട്ടങ്ങൾ, ഇതൊക്കെ എന്താണ്? തവിട്ട് കളറാണ്. പിന്നെ തവിട്ടുള്ള വേറെ സാധനം കൂടെ ഉണ്ട്, അതാണ് കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ ലൈൻസ്. ഇംഗ്ലീഷ് മലയാളം പാടായി അല്ല, നമ്മൾ സമത്വം പാലിക്കണം എന്നാണ്. അപ്പോൾ കോണ്ടൂർ ലൈൻസ് എന്താണ്? എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നാണെങ്കിൽ പറഞ്ഞിട്ട് അങ്ങനെയല്ല. കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവിട്ട് കളറാണ്. കോണ്ടൂർ രേഖകൾ തവിട്ട് കളറാണ്. കോണ്ടൂർ രേഖ എന്ന് പറഞ്ഞാൽ എന്താ? ഉയരത്തെ സൂചിപ്പിക്കുന്ന ഒരേ ഉയരമുള്ള
ഭൂപടത്തിൽ ഉയരത്തെ സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖകൾക്ക് പറഞ്ഞ പേരാണ് കോണ്ടൂർ ലൈൻസ്. നിങ്ങളൊക്കെ പഠിച്ചതാണെന്ന് അറിയാം, അതിന്റെ കളർ അറിയാലോ. സെറ്റാണ്, പവറാണ്, ഓക്കെ ആണ്, മാറ്റട്ടെ, മാറ്റണം. അടുത്തതാണ് ഏറ്റവും കനമുള്ള ഭൗമ പാളി ആണ് ഏത്? കാമ്പാണോ, മാൻഡിലാണോ, ഭൂവൽക്കമാണോ, ലിത്തോസ്ഫിയർ ശിലാമണ്ഡലമാണോ? അതായത് ഏറ്റവും തിക്കസ്റ്റ് ലെയർ ആയിട്ടുള്ള സാധനം ഏതാ? കോറുണ്ട്, മാൻഡിലുണ്ട്, ക്രസ്റ്റ് ഉണ്ട്, ലിത്തോസ്ഫിയർ ഉണ്ട്. ഏതാടാ? ഏറ്റവും കനമുള്ള ഭൗമപാളിയുടെ പേരാണ് മക്കളെ മാൻഡിൽ. അത് അറിയാലോ, 2900 കിലോമീറ്റർ ആഴമുള്ള ഏറ്റവും കനമുള്ള ഭൗമ പാളിയുടെ പേരാണ് എന്ത്? മാൻഡിൽ. ഭൂവൽക്കമന്റെ അല്ല, കോറല്ല അഥവാ കാമ്പല്ല, ആരാണ്? മാൻഡിലാണ്. ഏറ്റവും കൂടുതൽ മാസുള്ള, ഏറ്റവും കൂടുതൽ കട്ടിയുള്ള ശിലകൾ കാണപ്പെടുന്ന സാധനം എവിടെയാണ്? മാൻഡിലാണ്. ഓക്കെ ആണ്. ദെൻ അടുത്തതാണ് ഏതെങ്കിലും രണ്ട് അക്ഷാംശങ്ങൾക്കിടയിലുള്ള അകലം. ഏതെങ്കിലും രണ്ട് അക്ഷാംശങ്ങൾക്കിടയിലുള്ള അകലം എത്രയാണ് മക്കളെ? അക്ഷാംശം അറിയാലോ, ഇത് റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യമാണ്. അതായത് അക്ഷാംശത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഉറപ്പായും ഉണ്ടാവും. ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇതൊരു അക്ഷാംശരേഖ, ഇതൊരു അക്ഷാംശരേഖ, ഇതൊരു അക്ഷാംശരേഖ, ഇതൊരു അക്ഷാംശരേഖ. ഈ അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെയാണല്ലോ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ അല്ലേ? ആണല്ലോ, ആണ്. സോ ഏതെങ്കിലും രണ്ട് അക്ഷാംശങ്ങൾക്ക് ഇടയിലുള്ള അകലം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെയാണ്. കിട്ടിയല്ലോ, ഓപ്ഷൻ സി. സെയിം എവരിവെയർ. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ ആണ്, സെറ്റാണ്, പവറാണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്തതാണ് പ്രിയപ്പെട്ട മക്കളെ, ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാണ്? നമ്മളവിടെ കൊല്ലംകാരൊക്കെ ഭൂവിസ്തൃതി എന്ന് പറയും. ഒരു ബാ എന്നുള്ളത് ഫാ എന്ന് പറയാം, ഭാര്യക്ക് ഭാര്യ എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാണ്? ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാടാ? ജസ്റ്റ് ഒന്ന് നോക്കി. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 3.28 മില്യൺ കിലോമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.28 മില്യൺ കിലോമീറ്റർ സ്ക്വയർ. ഒന്ന് പറഞ്ഞു, 3.28 മില്യൺ കിലോമീറ്റർ സ്ക്വയർ, 3.28 മില്യൺ കിലോമീറ്റർ സ്ക്വയർ. ഓക്കെ ആണ്, സെറ്റാണ്, സെറ്റല്ലേ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം. അടുത്തതാണ് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഗവൺമെന്റിന്റെ ഘടകം ഏത്? നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഗവൺമെന്റിന്റെ ഘടകം ഏത്? ഒരു നിയമത്തിൽ തെറ്റുണ്ടെങ്കിൽ, ഒരു നിയമത്തിൽ മാറ്റം വരുത്താനുണ്ടെങ്കിൽ, ഒരു നിയമത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ച് അതിന് മാറ്റം വരുത്താൻ നിർദ്ദേശിക്കുന്ന ഘടകം ഏത്? നിയമനിർമ്മാണ സഭയാണോ? അല്ല, നിയമങ്ങൾ നിർമ്മിക്കാനാണ് നിയമനിർമ്മാണ സഭ ഉള്ളത്. കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള വിഭാഗമാണ്. ബ്യൂറോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ദെൻ അതിലാരാടാ? നീതിന്യായ വിഭാഗമാണ് അഥവാ ജുഡീഷ്യറി ആണ്. ഓപ്ഷൻ എ ആണ്. ഇന്ത്യയിൽ എന്തെങ്കിലും നിയമങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന, നിയമങ്ങൾ പറയപ്പെടുന്ന സാധനം. അപ്പോൾ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാ? കോടതികളാണ്, നീതിന്യായ വിഭാഗമാണ്, ജുഡീഷ്യറിയാണ്. ഓക്കെ ആണ്, സെറ്റാണ്, പവറാണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്തതാണ് പ്രിയപ്പെട്ട മക്കളെ 24ാമത്തെ ചോദ്യം. ഹൈക്കോടതിയുടെ ചുമതലയിൽ ഉൾപ്പെടാത്തത്. അതില് കീഴ്ക്കോടതികളുടെ വിധിക്ക് അപ്പീൽ കേൾക്കുക. കീഴ്ക്കോടതികളുടെ വിധിക്ക് അപ്പീൽ കേൾക്കാം. പിന്നെ മേൽക്കോടതിയായ ഹൈക്കോടതിയല്ല, പിന്നെ വേറെ ആരാ ഉള്ളത്? ഹൈക്കോടതിയാണ്. ദെൻ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുക. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതിക്കും പരിഗണിക്കാം, സുപ്രീം കോടതിക്കും എന്ത് ചെയ്യാം? പരിഗണിക്കാം. ദെൻ അടുത്തതാണ് നിയമങ്ങൾ വ്യാഖ്യാനിക്കുക. നിയമങ്ങൾ വ്യാഖ്യാനിക്കുക എന്നല്ലാതെ പിന്നെ കോടതികൾക്ക് പണി എന്താ? മുടിയിട്ടല്ല? അല്ലല്ലോ. അപ്പോൾ ചോറുണ്ടാക്കല? അല്ലല്ലോ. കോടതികൾക്ക് എന്താ പണി? നിയമങ്ങൾ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കോടതികളെ പണിയുള്ളത്. കേസുകൾ തീർപ്പാക്കാൻ നിയമങ്ങൾ വ്യാഖ്യാനിക്കാം. ദെൻ അടുത്തതാണ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുക.
സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കൽ ആണ് ആരുടെ ഡ്യൂട്ടി അല്ലാത്തത്? ഹൈക്കോടതിന്റെ ഡ്യൂട്ടി അല്ലാത്തത്. എടാ, നിയമങ്ങൾ അല്ല, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കേസുകൾ പരിഗണിക്കല്, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കേസുകൾ തീർപ്പാക്കൽ സുപ്രീം കോടതിയിലാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, കേരള ഹൈക്കോടതിയിലാണ് കേരളം തമിഴ്നാടും തമ്മിലുള്ള പ്രശ്നം ഡീലാക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കേരളത്തിന് ഒരു ചായ്വുള്ള റിസൾട്ട് അല്ലേ വരിക? സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷേ അല്ല, അത്തരത്തിലൊരു സാധനം ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇത് നേരെ സുപ്രീം കോടതി നോക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആരാ? അതിൽ ഇടപെടുന്നത് ആരാ? ആരാടാ? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഓക്കെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഗവൺമെന്റിന്റെ ഘടകം, നേരത്തെ പറഞ്ഞല്ലോ, നീതിന്യായ വിഭാഗം. ദെൻ അടുത്തതാണ്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തിൽ ആരാണ് അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കൂലേ? വൈസ് പ്രസിഡന്റിന് പിന്നെ വേറെന്താ പണി? പ്രസിഡന്റ് ഇല്ലാത്തപ്പോൾ കയറിയിരിക്കുക എന്നല്ലാതെ. അപ്പൊ പ്രസിഡന്റ് ഇല്ലാത്തപ്പോൾ കയറിയിരിക്കുക എന്ന് ഉള്ള സാധനം മാത്രമാണ് ആരുടെ ഡ്യൂട്ടി? വൈസ് പ്രസിഡന്റിന്റെ ഡ്യൂട്ടി ഉള്ളത്. ഒരു 10 ദിവസം. ദെൻ അടുത്തതാണ് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരെന്നല്ല, തെരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്ക്? രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാ? 6 വർഷത്തേക്കാണ്. അത് കണ്ടപാട് ഓപ്ഷൻ എയിൽ ആര് കിടക്കുന്നുണ്ട്? 5 വർഷം കിടക്കുന്നുണ്ട്. നമ്മൾ ഈ വാർഡ് മെമ്പറും പിന്നെ പോലെ പഞ്ചായത്ത് മെമ്പറും പിന്നെ മറ്റേ വേറെ MP MLA ഒക്കെ 5 കൊല്ലല്ലേ? അപ്പോൾ ഓപ്ഷൻ എ 5 കൊല്ലം എന്ന് വിചാരിച്ചാണ്ട് കുത്തിയോടുത്ത് പേക്കും. എന്ന് വെച്ചാൽ 5 കൊല്ലത്തിനല്ല, 5 കൊല്ലമുള്ളത് വാർഡ് മെമ്പർക്കാണ്, 5 കൊല്ലമുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റിനാണ്, 5 കൊല്ലമുള്ളത് ബ്ലോക്കിനാണ്, 5 കൊല്ലമുള്ളത് ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കാണ്, 5 കൊല്ലമുള്ളത് MLAക്കാണ്, 5 കൊല്ലമുള്ളത് MP-ക്കാണ്, 5 കൊല്ലമുള്ളത് മന്ത്രിക്കാണ്, 5 കൊല്ലമുള്ളത് പ്രധാനമന്ത്രിക്കാണ്. 6 കൊല്ലമാണ് ആരുടെ കാലാവധി? രാജ്യസഭയുടെ കാലാവധി. അറിയാത്തവർ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി വെക്കുക. തലച്ചോറാണുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ മാത്രം എന്ത് ചെയ്യാം? ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ്? രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് 6 വർഷത്തേക്കാണ്. ഓക്കെയാണ്. ദെൻ അടുത്തതാണ്, ചുവടെ ചേർത്തിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ചുമതല ഏത്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ ചുമതല ക്യാബിനറ്റ് യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുക. പ്രിസൈഡ്സ് ഓവർ മീറ്റിംഗ് ഓഫ് ദി ക്യാബിനറ്റ്. ആരാണത്? PM അല്ലേ? പ്രധാനമന്ത്രി അല്ലേ? ക്യാബിനറ്റ് മീറ്റിങ്ങുകൾക്ക് അധ്യക്ഷം വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ആരല്ല? പ്രസിഡന്റ് അല്ല. ലോക്സഭ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക. പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്തിനങ്ങനെ മാപ്പ് ഇട്ട് നോക്കിക്കാണോ? അല്ലല്ലോ. ഇങ്ങനത്തെ ഇലക്ഷൻസിന് നേതൃത്വം കൊടുക്കാനല്ലേ? ആണ്. അപ്പൊ അതുമല്ല ആര്? പ്രസിഡന്റ്. അടുത്തത്, ലോക്സഭ പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് അംഗീകാരം നൽകുക. അതാണല്ലോ. ആണ്. ഗിവ്സ് അസെന്റ് ടു ദി ബിൽ പാസ്ഡ് ബൈ ദി പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ചുമതല? പ്രസിഡന്റിന്റെ ചുമതല. 4-മത്തത്, വൈസ് പ്രസിഡന്റിനെ നിയമിക്കുക. വൈസ് പ്രസിഡന്റിനെ നിയമിക്കാൻ ഇലക്ട്രൽ കോളേജ് ഒക്കെ അവിടെ ഉണ്ട്, പ്രസിഡന്റിന്റെ ആവശ്യമൊന്നുമില്ല. ദെൻ അടുത്തതാണ്, ചുവടെ ചേർന്നിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടാത്തത്. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല തോന്നുന്നു. ഐ തിങ്ക് ദാറ്റ് ഇത് അറിയാതെപ്പെട്ടതായിരിക്കാം. ഏതായാലും ഇതിന്റെ ആൻസർ പറഞ്ഞു പോവാ. പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെ നിയമിക്കുന്നത് ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പോൾ പ്രസിഡന്റിന്റെ ഇലക്ട്രൽ കോളേജിലുള്ള ടീമാണ് രാജ്യസഭയിലെയും ലോക്സഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. പിന്നെ സംസ്ഥാന നിയമസഭകളിലെ MLA-മാർ, പിന്നെ വേറെ ഇത്രയാണ് മെയിനായിട്ടുള്ളത്. രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്. സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇല്ലാത്തത് കേട്ടോ. ജസ്റ്റ് പഠിക്കാനില്ലാത്തതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളൂ. ലോക്സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്. സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ആരോ തെരഞ്ഞെടുക്കും? നമ്മളെ ഇന്ത്യൻ പ്രസിഡന്റിനുള്ള ഇലക്ഷനിൽ വോട്ട് ചെയ്യും. ഓക്കെയാണ്. ദെൻ അടുത്തതാണ്, ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ശരിയായവ ഏതെല്ലാം? ഇന്ത്യൻ PM-നെ കുറിച്ച് ക്യാബിനറ്റ് യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുക. പ്രിസൈഡ്സ് ഓവർ ദി മീറ്റിംഗ്സ് ഓഫ് ദി ക്യാബിനറ്റ്. തൊട്ട് മുമ്പേ ചോദിച്ച ചോദ്യം റിപ്പീറ്റ് ചെയ്ത് പിന്നെയും വന്നതാണ്. ഈ റിപ്പീറ്റ് എന്ന് പിന്നെയും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഏകദേശം എല്ലാ ചോദ്യങ്ങളും പറയേണ്ടി വരുന്നുള്ളതാണ്. എല്ലാ ചോദ്യങ്ങളും ഏകദേശം റിപ്പീറ്റ് ആയിട്ടാണ് പോകുന്നിട്ടുള്ളത്.
ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ചോദ്യങ്ങൾ റിപ്പീറ്റ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ക്യാബിനറ്റ് യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുക എന്ന് വെച്ചാൽ ശരിയായവ ആണ്. എ എന്തായാലും ശരിയാവണം. എ ശരിയാവണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ പോയി. പിന്നെ ബിയും സിയും ഡിയും ഉണ്ട്. ക്യാബിനറ്റ് തീരുമാനങ്ങൾ പ്രസിഡന്റിനെ അറിയിക്കുക, ബി ഉണ്ട്, ശരിയാണ്. അപ്പോൾ ബിയും വേണം, ബി ഉള്ളത്. ഇനി 3, 4 മാത്രമേ ഉള്ളൂ. ദെൻ ലോക്സഭയുടെ നേതാവാണ് ആര്? പ്രധാനമന്ത്രി. അപ്പോൾ അതും ശരിയാണ്. ലോക്സഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുക. ലോക്സഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കാൻ പ്രധാനമന്ത്രിന്റെ ആവശ്യമില്ല. ആരുടെ ആവശ്യമുള്ളൂ? നമ്മുടെ സ്പീക്കറിന്റെ ആവശ്യമുള്ളൂ. സോ ഡി ഇല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ലോക്സഭയുടെ നേതാവാണ്. ക്യാബിനറ്റ് തീരുമാനങ്ങൾ പ്രസിഡന്റിനെ അറിയിക്കുക എന്നുള്ളതാണ്. ക്യാബിനറ്റ് യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഡ്യൂട്ടി ആയിട്ടുള്ളത്. ദെൻ അടുത്തതാണ് പ്രിയമുള്ള കുട്ടികളെ, രാജ്യസഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? നമ്മുടെ വൈസ് പ്രസിഡന്റിന്. പ്രസിഡന്റ് മാറിക്കുമ്പോൾ അവിടെ കയറിയിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഡ്യൂട്ടി ഉള്ളത്. എന്തുകൂടെ ഉണ്ട്? ഇന്ത്യൻ രാജ്യസഭ ഉണ്ടല്ലോ, രാജ്യസഭയുടെ അധ്യക്ഷത വഹിക്കുക എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പോൾ വൈസ് പ്രസിഡന്റാണ് രാജ്യസഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാ? ലോക്സഭയിൽ സ്പീക്കറും രാജ്യസഭയിൽ വൈസ് പ്രസിഡന്റും. ലോക്സഭയിൽ സ്പീക്കറും രാജ്യസഭയിൽ വൈസ് പ്രസിഡന്റ്. ലോക്സഭാ സ്പീക്കർ, രാജ്യസഭ വൈസ് പ്രസിഡന്റ്. ലോക്സഭാ സ്പീക്കർ, രാജ്യസഭ വൈസ് പ്രസിഡന്റ്. ഓക്കെ ആണ്. അപ്പോൾ അടുത്ത ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സുപ്രീം കോടതി ജഡ്ജിമാരെ കുറ്റവിചാരണ ചെയ്യാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദി പവർ ടു ഇംപീച്ച് ദി ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്? സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? ഇന്ത്യയിലെ വലിയൊരാള് എന്നുള്ള രൂപത്തിൽ പ്രസിഡന്റ് കൊണ്ട് കുത്തിയാലേ ആ ചോദ്യം എന്തായി മാറും? തെറ്റായി മാറും. മക്കളെടാ, അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് ആണ്. ഇന്ത്യൻ പാർലമെന്റിനാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ ഇല്ലായ്മ ചെയ്യാൻ, സുപ്രീം കോടതി ജഡ്ജിയെ ആ സ്ഥാനത്ത് നിന്ന് പിടിച്ച് ചവിട്ടി പുറത്താക്കാൻ ഉള്ള അധികാരമുള്ളത്. അപ്പോ അഞ്ഞു മറക്കൂലല്ലോ, വരാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണിത്. ഓക്കെ, ദെൻ നമ്മൾ നേരെ അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആര്? രാജ്നാഥ് സിംഗ് ആണോ? സുഷമ സ്വരാജ് ആണോ? അരുൺ ജെയ്റ്റ്ലി ആണോ? വെങ്കയ്യ നായിഡു ആണോ? ഉത്തരം കിട്ടുന്നവര്, അറിയണവര് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ ഏതാണ് എൻ്റെ ആൻസർ എന്ന്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ ഉത്തരം ഉണ്ടാവില്ല, ഇല്ല എന്നുള്ളത്. കാരണം എന്താ? ഇത് പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ധനകാര്യ മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കൊല്ലമേ ഉള്ളൂ 37 കാലാവധി. 5 കൊല്ലം കഴിഞ്ഞാൽ മൂപ്പര് പിന്നെ ഔട്ടാ ആണല്ലോ. അപ്പോൾ 5 കൊല്ലത്തിന് മുമ്പേ ഉണ്ടായിരുന്ന ചോദ്യപേപ്പറാണ് ഇതെന്ന് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ധനകാര്യ മന്ത്രി ആരാ? അത് ആരാന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഇതിന് തൊട്ട് മുമ്പേ ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ, 1 മാർക്ക് ഷുവർ എന്നുള്ളൊരു സാധനം. ആ വീഡിയോക്കകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യ മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ധനകാര്യ മന്ത്രി ആരാ? നിർമ്മല സീതാരാമനാണ്. ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നേരെ തൊട്ട് മുകളിൽ ചെയ്തൊരു വീഡിയോ, തൊട്ട് താഴെ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ടാവും. അത് 1 മാർക്ക് ഷുവർ എന്നുള്ള വീഡിയോ ആണ് SS-ൽ. നിർബന്ധമായിട്ട് കണ്ടേ പറ്റും. കാരണം എന്താ? ആ ഒരു മാർക്കായിരിക്കും ചിലപ്പോൾ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കണം എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾ കളയാതെ നോക്കുക. നമ്മൾ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പായിട്ട് നമുക്ക് ചെറിയ ബ്രേക്ക് എടുക്കാം. അപ്പോൾ പാർട്ട് 2-ൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇതിന്റെ ബാക്കി കാണാം. അപ്പോൾ എല്ലാവരും കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഫുൾ പവർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്.